السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. أعوذ بالله من الشيطان الرجيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. الحمد لله. നമ്മൾ ഇന്ന് 42ാമത്തെ സെഷനാണ് ഹൃദയശുദ്ധീകരണത്തിന്റെ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള തമാശകൾ അല്ലെങ്കിൽ ചിരികൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ്. ഓക്കെ, ഹദീസിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്, പക്ഷെ അതിൽ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന പോയിന്റ് ഇതാണെന്ന് മാത്രം. അപ്പം ഹദീസ് എന്താന്ന് കാണാം. തിർമിദിയും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്ത് ഇബ്നു ഹജറും അൽബാനിയും ഹസനാക്കിയിട്ടുള്ള ഹദീസാണ്. عن أبي هريرة قال رسول الله صلى الله عليه وسلم من يأخذ عني هؤلاء الكلمات فيعمل بهن أو يعلم من يعمل بهن. അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നിൽ നിന്ന് ഈ കലിമത്തുകൾ, ഈ സ്റ്റേറ്റ്മെന്റ്സ്, ഈ പ്രസ്താവനകൾ ആരാണ് എടുക്കാൻ തയ്യാറുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഫയഅമലു ബിഹിന്ന, അതുകൊണ്ട് അമല് ചെയ്യാൻ വേണ്ടി, അതായത് അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഔ യുഅല്ലിമു മയഅമലു ബിഹിന്ന, അത് അപ്ലൈ ചെയ്യുന്നവരെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒന്നെങ്കിൽ സ്വന്തമായിട്ട് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്തൊരു സ്ട്രെസ് ഉണ്ട്. നമുക്ക് ഈ ഒരു സംഭവം വിശദമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. തുടർന്ന് ഫഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖുൽതു അന യാ റസൂലുള്ളാഹ്, ഞാൻ പറഞ്ഞു. എന്താണ് ഞാൻ? അതായത് ആരാ ചെയ്യാന്നുള്ളത് ചോദിച്ചത്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും, ഞാൻ ചെയ്യാം. ഫഅഖദ ബിയദി, എന്റെ കൈ പിടിച്ചുകൊണ്ട്, ഫഅദ്ദ ഖംസൻ വഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 വരെ എണ്ണിക്കൊണ്ട് പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത് നോക്കാം. ഒന്നാമത് പറഞ്ഞത്, ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദന്നാസ്. മഹാരിം അതായത് ഹറാമുകൾ നിങ്ങൾ ഒഴിവാക്കുക, അത് ഹറാമുകളെ സൂക്ഷിക്കുക. അപ്പൊ എന്താക്കും? നിങ്ങള് അഅബദന്നാസ്, മനുഷ്യന്മാരിൽ ഏറ്റവും നല്ല അബദായി മാറും, ഏറ്റവും ബെസ്റ്റ് വേർഷിപ്പർ, ഏറ്റവും ബെസ്റ്റ് ഇബാദത്ത് ചെയ്യുന്ന ആളുകളായിട്ട് മാറും. എന്ത് ചെയ്താല്? ഇത്തഖിൽ മഹാരിം, മഹാരിമുകൾ അതായത് ഹറാമുകൾ ഒഴിവാക്കിയാൽ, ഹറാമുകളെ സൂക്ഷിച്ചാലും. അടുത്തത്, വർദ ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. മനുഷ്യന്മാരിൽ ഏറ്റവും അഗ്ന, റിച്ചസ്റ്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും കണ്ടന്റഡ്, സാറ്റിസ്ഫൈഡ്, തൃപ്തിയുള്ള ആളുകളായി മാറാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞത്? അള്ളാഹു നിങ്ങൾക്ക് എന്താണോ നൽകിയത് അതിൽ എന്താ റിള കണ്ടെത്തുക. വർദ ബിമാ ഖസമല്ലാഹു ലക, നിങ്ങൾക്ക് അള്ളാഹു എന്താണോ നൽകിയത് അതിൽ നിങ്ങൾ തൃപ്തരായിരിക്കാം. വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനൻ. വഅഹ്സിൻ, നിങ്ങൾ എന്താക്കുക? ഏറ്റവും നല്ലത് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ കാരുണ്യം കാണിക്കുക. ആരുടെ അടുത്ത്? ഇലാ ജാരിക്, നിങ്ങളുടെ അയൽവാസികളുടെ അടുത്ത്. തകുൻ മുഅ്മിനൻ, നിങ്ങൾ എന്താവും? വിശ്വാസിയായി മാറും. വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക്, അത് നിങ്ങളുടെ നഫ്സിന് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾ ആളുകൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുക. അല്ലെ, നമ്മൾ ഇത് കുറെ പ്രാവശ്യം കേട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി വേണ്ടി ഇഷ്ടപ്പെടുക. തകുൻ മുസ്ലിമൻ, നിങ്ങൾ മുസ്ലിമായി മാറും. സുബ്ഹാനല്ലാഹ്. വലാ തുക്സിരി ദ്വഹിക, അതായത് അധികമായിട്ട് നിങ്ങൾ ചിരിക്കരുത്. ഡു നോട്ട് ലാഫ് ടു മച്ച്. ഫഇന്ന കസ്റത ദ്വഹികി തുമീത്തുൽ ഖൽബ്, അധികം ചിരി അല്ലെങ്കിൽ അധികം തമാശകൾ എന്താകും? തുമീത്തുൽ ഖൽബ്, ഹൃദയം മരിച്ചു കളയും, അല്ലെ മരിച്ചു പോകും, ഹൃദയത്തിനെ കൊല്ലുന്നതിന് തുല്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം എന്താണ് ഈ ഒരു ഹദീസിനകത്ത് പറയുന്നത് നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം. നമുക്കറിയാം, നമ്മുടെ ഹൃദയം അല്ലെ പലപ്പോഴും ഖസത്ത് ഖുലൂബ് ആവുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലെ, ഹൃദയം കടുത്തു പോകുന്ന, സോഫ്റ്റ് അല്ലാത്ത, ഹൃദയത്തിൽ വികാരങ്ങൾ അല്ലെങ്കിൽ ഖുർആന് അള്ളാഹുവിന്റെ കലാം കേൾക്കുമ്പോൾ ഹൃദയം സോഫ്റ്റ് അല്ലാത്ത അവസ്ഥകളൊക്കെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, കടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് റംളാൻ കഴിയുമ്പോൾ, റംളാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖോട് കൂടി അള്ളാഹു സിറ്റുവേഷൻസ് ഒരുക്കി തന്നതുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാഹ് കുറച്ചൊരു ഇച്ചിരി സോഫ്റ്റ് ഹൃദയം കൊണ്ടൊക്കെയാണ് ജീവിച്ചത്, അല്ലെ. അള്ളാഹുവിന്റെ കലാം കേൾക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആവുന്ന, കരയുന്ന, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റുന്ന. കാരണം നമുക്ക് കുറെ ഡിസ്ട്രാക്ഷൻസും അല്ലെ, ഇബ്ലീസിൽ നിന്നുള്ള വസ്വസകളും നമുക്ക് കുറെ കുറവായിരുന്നു, അൽഹംദുലില്ലാഹ്. പക്ഷെ റമദാൻ കഴിഞ്ഞപ്പോഴേ എല്ലാവരും ഈ ഒരു ഖസത്ത് ഖുലൂബ് എന്നുള്ള ആ ഒരു അവസ്ഥ കാണുന്നുണ്ടാവും, അല്ലെ, ഹൃദയം ഇത്തിരി ഹാർഡാവുന്നത്. അപ്പം നമുക്കറിയാം, ചില പ്രവർത്തനങ്ങൾ ഉണ്ട്, ചില പ്ലേസസ്, ആളുകളുണ്ട്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളുണ്ട്, ചില സാഹചര്യങ്ങളുണ്ട് ഹൃദയം സോഫ്റ്റ് ആക്കുന്നത്. അതേപോലെ ഹൃദയം ഹാർഡാക്കുന്ന അല്ലെങ്കിൽ ഹൃദയത്തിനെ കൊന്നു കളയുന്ന പല കാര്യങ്ങൾ അതും ഉണ്ട്.
അപ്പം ഒരു യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്ന ഒരു അബ്ദ് അല്ലെ, ഒരു സ്പിരിച്വൽ സീക്കർ, അതായത് ഹൃദയത്തിനെ അള്ളാഹുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്ന ഒരാള് ഈ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ. അതായത് എങ്ങനെ എൻ്റെ ഹൃദയത്തിനെ സോഫ്റ്റ് ആക്കാം, എന്തൊക്കെയാണ് എൻ്റെ ഹൃദയത്തിനെ ഹാർഡാക്കുക, എന്തൊക്കെയാണ് എൻ്റെ ഈ യാത്രയിൽ, അതായത് അള്ളാഹുലേക്കുള്ള എൻ്റെ ഹൃദയവും അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യുന്നതിനുള്ള ആ യാത്രയിൽ എന്തൊക്കെയാണ് തടസ്സങ്ങൾ, എന്തൊക്കെയാണ് ആ യാത്രനെ ഡിലേ ചെയ്യുന്നത്. അതായത് യെസ്, നമ്മളൊക്കെ അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ആ യാത്രയിലുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ നമ്മളുടെയൊക്കെ യാത്രകൾ പലപ്പോഴും ഡിലേഡ് ആണ് അല്ലെ. നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് അത് പ്രോഗ്രസ് ചെയ്യുന്നത്. ചില സമയത്ത് ഒരു 3 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ ഒരു 6 സ്റ്റെപ്പ് പിന്നോട്ട് വെച്ചിട്ട് നമ്മൾ വീണു, പിന്നെയും പൊടിതട്ടി എഴുന്നേറ്റ് നമ്മൾ 2 സ്റ്റെപ്പ് എടുക്കുമ്പോൾ പിന്നെ ഒരു 8 സ്റ്റെപ്പ് താഴോട്ട് വീഴും. ആ ഒരു അവസ്ഥയിൽ ഡിലേഡ് ആയിട്ടുള്ള യാത്രയിലും കൂടിയാണ് പലപ്പോഴും നമ്മൾ അല്ലെ. അപ്പം എന്തൊക്കെയാണ് എൻ്റെ ഈ യാത്രയെ തടസ്സപ്പെടുത്തുന്നത്, എന്തൊക്കെയാണ് എൻ്റെ യാത്രനെ ഡിലേ ആക്കുന്നത് എന്നുള്ളത് ശരിയായ അർത്ഥത്തിൽ അള്ളാഹുവിനെ സീക്ക് ചെയ്യുന്ന, അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുന്ന ആള് ശരിക്കും അതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എന്തൊക്കെയാണ്, എന്ത് കാരണമാണ്, എന്താണ് എൻ്റെ ഹൃദയം സോഫ്റ്റ് ആവാത്തത് എന്നല്ലേ. അപ്പം ഈ ഒരു ഹദീസ് നമ്മളെ ചില കാര്യങ്ങൾ വാൺ ചെയ്യുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് എക്സസീവ് ആയിട്ടുള്ള അധികമായിട്ടുള്ള തമാശകൾ, അധികമായിട്ടുള്ള ഹരങ്ങൾ അല്ലെ, ഫൺ, അങ്ങനെ ആ ഒരു എൻജോയ്മെന്റ് അധികമാകുന്നതിനെതിരെ ഇത് വാൺ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ ഈമാനിനും ഹാനികരമാണെന്ന്. നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പം ഇതിനകത്ത് ഏറ്റവും ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഊന്നൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യമുണ്ട് അല്ലെ, മൻ യഖുദു അനി ഹഉലൈൽ കലിമാതി, എന്തിനു വേണ്ടിയിട്ടാ, ഫയഅമലു ബിഹിന്ന ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിന്ന, ഒന്നെങ്കിൽ അതുകൊണ്ട് പ്രവർത്തിക്കുക അല്ലെ, അത് ലൈഫിൽ അപ്ലൈ ചെയ്യുക ആ ഒരു ഇൽമ, അതല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിന് കൊടുത്ത പ്രിഫേസ്, ഒരു ആമുഖം ഇതാണ് അല്ലെ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ആ കേൾക്കുന്ന ആളുകളുടെ അറ്റൻഷനെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ആരാണോ കേൾക്കുന്നത് അവരെ അറ്റൻഷനെ പിടിച്ചു വെക്കാൻ അവരിലൊരു ക്യൂരിയോസിറ്റി, എന്നാലും എന്തായിരിക്കും അല്ലെ, ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ മൈൻഡ് സെറ്റ് ആ ഒരു പുതിയ ഇൻഫർമേഷൻ, പുതിയ ഒരു അറിവിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന രീതിയിലാണ് ഈ ഒരു ഹദീസിനെ വേർഡ് ചെയ്തിട്ടില്ല അല്ലെ, ഈ ഹദീസിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ആൻഡ് അത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നൽ കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെ, എൽമിന്റെ അറിവ് നേടുന്നതിന്റെ ഗോൾ എന്താണ്, ലക്ഷ്യം എന്താണ്, ആപ്ലിക്കേഷൻ ആണ്, ജീവിതത്തിൽ അപ്ലൈ ചെയ്യലാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതായത് നമ്മൾ നേടുന്ന എൽമ അമലാക്കി മാറ്റിയിട്ടില്ലെങ്കിൽ, ഈ ഒരു വാക്ക് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പം അത് അമലാക്കി മാറ്റാൻ, അല്ലെങ്കിൽ നമ്മൾ അതിന് ഫെയിലായി പോയാൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ അത് പഠിപ്പിച്ചു കൊടുക്കെങ്കിലും വേണം. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കെങ്കിലും ചെയ്യാൻ തയ്യാറുള്ള ആരുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു കണ്ടീഷന്റെ മേലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പഠിപ്പിക്കുന്നത് തന്നെ അല്ലെ. ആ കേൾക്കുന്ന ആൾ ഒന്നെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു ഹദീസിനെ ആ രീതിയിലായിരിക്കണം അപ്രോച്ച് ചെയ്യുന്നത്. അതേപോലെ നമ്മളുടെ എല്ലാ ലേണിങ്ങുകളും, നമ്മൾ ചെയ്യുന്ന എല്ലാ പഠനങ്ങളും ഈ ഒരു മൈൻഡ് സെറ്റിലായിരിക്കണം അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ ജീവിതത്തിലേക്ക് പ്രാക്ടീസ് ചെയ്ത ഇൽമുകൾ മാത്രമാണ് നമ്മൾ ശരിക്കും ജീവിതത്തിൽ യെസ് എനിക്ക് ഇന്ന അറിവുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത നോളജ് ആയിരിക്കണം, നമുക്ക് പ്രാക്ടീസ് ചെയ്ത ഇൽമായിരിക്കണം. അതാണ് ശരിയായ എന്താ ഇൽമൻ നാഫിയ അല്ലെ. ഇൽമ നമ്മളെപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമല്ല, നാഫിയായ ഇൽമ എന്താ, നാഫിയായ ഇൽമ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഇൽമാണ് എന്ത്, നാഫിയായ ഇൽമ. സുബ്ഹാനല്ലാഹ്. ബാക്കിയെല്ലാം എന്തുകൊണ്ടാണ് നാഫിയ അല്ലാതാവുന്നത്, എന്തുകൊണ്ടാണ് അത് പ്രയോജനപ്രദം അല്ലാതാവുന്നത്, ബാക്കി എല്ലാ ഇൽമുകളും നമുക്കെതിരെ സാക്ഷി പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ, നമുക്ക് നന്നായിട്ട് അറിഞ്ഞിട്ട് നമ്മൾ ഫോളോ ചെയ്യാത്ത, നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാത്ത ഇൽമുകളെല്ലാം നമുക്കെതിരെ സാക്ഷി പറയും. സുബ്ഹാനല്ലാഹ്. സിഫാത്ത് സഫ്വ എന്ന ഗ്രന്ഥത്തില് അബൂ ദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഈ ഒരു കാര്യത്തിനാണ്. അതായത് എന്നെ എല്ലാ സൃഷ്ടികളുടെയും മുമ്പിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും, അല്ലയോ ഉവൈമിർ, നീ അറിഞ്ഞിരുന്നോ? അപ്പോൾ ഞാൻ പറയും യെസ്, എനിക്ക് അറിയാമായിരുന്നു. തുടർന്ന് അള്ളാഹു ചോദിക്കും, നിനക്ക് കിട്ടിയ അറിവ് കൊണ്ട് എന്ത് ചെയ്തു? അതിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതെന്ന് അബൂ ദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ.
നമ്മളൊക്കെ വളരെയധികം ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത്രയ്ക്ക് അറിവുകളുടെ നടുവിലാണ് നമ്മളുള്ളത് അല്ലെ. ഏതോ ഒരു കണ്ടംപററി ഇപ്പോഴുള്ള ഏതോ ഒരു പണ്ഡിതൻ എഴുതിയതോ പറഞ്ഞതോ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടില് ബുക്ക് കളക്ഷൻ, ലൈക്ക് നമ്മൾ പൊതുവെ അങ്ങനെയുള്ള ആളുകളുടെ വീട്ടിൽ കുറേ ബുക്സ് ഉണ്ടാവില്ലേ. ചിലപ്പം ബുക്സ് ആയിട്ട് ലൈബ്രറിയിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ലൈബ്രറിയിലോ ഈവൻ നമ്മളുടെ ഫോണിലോ ടാബിലോ അങ്ങനെയൊക്കെയുള്ള സംഭവത്തിൽ ബുക്സ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് പോലും അദ്ദേഹത്തിന് ഭയമാണ്. കാരണം അള്ളാഹു അത് എന്നിലേക്ക് എത്തിച്ച അറിവാണ്, ഞാനത് അറിഞ്ഞിട്ടുമില്ല പ്രാവർത്തികമാക്കിയിട്ടുമില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ചോദ്യത്തിന് ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന്. സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മളാണെങ്കിൽ എല്ലാത്തിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലെ. എല്ലാ അറിവും വാരി പിടിക്കാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും. എന്നാൽ നമ്മൾ എവിടെ എത്താറുമില്ല, ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാറുമില്ല. ഓക്കെ, നമ്മുടെ എൽമിന് ഒരു ഗോൾ ഉണ്ടായിരിക്കണം. നമ്മൾ എൽമിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ഓക്കെ മാക്സിമം ഡെപ്പോസിറ്റ് ചെയ്തേക്കാം എൻ്റെ ബ്രെയിനകത്ത്, എല്ലാം ബ്രെയിനകത്ത് അങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ആ ഒരു നീയത്തോടു കൂടി ആയിരിക്കരുത്. എൽമിന്റെ നീയത്ത് അതായിരിക്കരുത്. ഈവൻ വേറെ പല നീയത്തുകളും എൽമിന് ഉണ്ടാവാം അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഓരോരുത്തരും ഓരോ നീയത്തുകളോട് കൂടിയായിരിക്കും ചിലപ്പോൾ എൽമിനെ അപ്രോച്ച് ചെയ്യുന്നത്. ചിലർ സർട്ടിഫിക്കറ്റിന് വേണ്ടിയായിരിക്കും, ചിലർ അംഗീകാരത്തിന് വേണ്ടിയായിരിക്കും, ചിലർ ഈവൻ ഓക്കെ ആ എൽമ കിട്ടുമ്പം ആ എൽമിന്റെ സദസ്സിലുണ്ടാവുമ്പോൾ ഭയങ്കര സുക്കൂനാണ്. നമ്മളിത് മുമ്പ് പറഞ്ഞിട്ടില്ല, ആ ഒരു താൽക്കാലികമായിട്ട് ഒരു സമാധാനത്തിന് വേണ്ടിയായിരിക്കും അങ്ങനെയുള്ള, അല്ലെങ്കിൽ അതിന് ഭയങ്കര പ്രതിഫലമാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും. യെസ്, പ്രതിഫലമാണ്, സുക്കൂനുമാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ളതായിരിക്കണം. അപ്പൊ നമുക്ക് അറിയണം നമ്മളുടെ കപ്പാസിറ്റി എന്താണ്, എത്രത്തോളം എനിക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അത്രത്തോളം ആയിരിക്കണം നമ്മൾ നേടുന്ന എൽമ. അല്ലെങ്കിൽ ഈ എൽമകളൊക്കെ നമുക്കെതിരെ സാക്ഷ്യം വഹിക്കും. നമ്മളടുത്ത് അള്ളാഹ് ചോദിക്കും, നിനക്കിത് അറിയായിരുന്നോ? യെസ്, എനിക്കറിയായിരുന്നു. നീ എന്നിട്ട് അറിഞ്ഞത് കൊണ്ട് എന്ത് ചെയ്തു? സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പൊ നമ്മൾ കപ്പാസിറ്റി അറിഞ്ഞുകൊണ്ട് എൽമ തേടാം. ഇസ്ലാമിലെ എൽമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു സെക്യുലർ സർക്കിളിലുള്ള അല്ലെങ്കിൽ ഒരു ഭൗതികമായിട്ടുള്ള എൽമ നേടലുമായിട്ട് ഇസ്ലാമിന്റെ എൽമിനെ ഒരിക്കലും കമ്പയർ ചെയ്ത് മാക്സിമം നേടുക എന്നുള്ളതല്ല ഇസ്ലാമിലെ എൽമെന്ന് പറയുന്നത് ജീവിതങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുക, മാറ്റിമറിച്ചിട്ട് ആ ജീവിതങ്ങൾ, അതായത് നമ്മളെ ലൈഫിനെ അള്ളാഹുലേക്ക് അടുപ്പിക്കുക, നമ്മളെ ഓരോരുത്തരുടെ നഫ്സിനെ അള്ളാഹുലേക്ക് ഓരോ സ്റ്റെപ്പ് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി ആണ് ഇസ്ലാമിലെ എൽമ. ഓക്കെ, ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പററി ആയിട്ട് സമാധാനം കിട്ടാൻ വേണ്ടി പോലും ആവരുത്. ഈ സമാധാനവും ഈ പ്രതിഫലവും, അതായത് എൽമിന്റെ സർക്കിളിലായിരിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലവും ഒക്കെയും എന്താണ്, നമ്മൾ എൽമ നേടുന്നതിന്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ റംളാനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, റംളാനിലെ ഖിറാഅത്ത് എന്ന് പറയുന്നത് ധാരാളം ഖിറാഅത്ത് വർദ്ധിപ്പിക്കൽ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. പക്ഷെ റമളാനിലെ ഈ പറഞ്ഞ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ എല്ലാ കാര്യത്തിന്റെയും ഉദ്ദേശം എന്താണ്? തഖ്വ ഉണ്ടാക്കലാണ് അല്ലെ. അപ്പൊ നമ്മുടെ റമളാനിലെ ഖിറാഅത്തുകൾ നമ്മൾ തഖ്വയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഉദാഹരണം നമ്മൾ പറയുന്നത്, ഏതോ ഒരു ക്ലാസ്സിൽ, അത് ഒരു കുട്ടീന്റെ അടുത്ത് വാപ്പ നാളത്തെ എക്സാമിന് പഠിച്ചാൽ നിനക്ക് സൈക്കിൾ വാങ്ങിത്തരാം എന്ന് പറയുമ്പോൾ കുട്ടി പഠിച്ച് വാപ്പ രാത്രി സൈക്കിൾ വാങ്ങിക്കൊടുത്ത് പിറ്റേ ദിവസം പരീക്ഷ എഴുതാൻ കുട്ടി മറന്നു പോയി കഴിഞ്ഞ പോലെയാണ് നമ്മളുടെയൊക്കെ കാര്യങ്ങൾ. ഉദ്ദേശത്തിലേക്ക് എത്താണ്ട് അല്ലെ. നമുക്ക് പ്രതിഫലവും സമാധാനം എല്ലാം വേണം, പക്ഷെ നമുക്ക് അതിന്റെ ലക്ഷ്യം എന്താണ്? ജീവിതത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക, ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകും. എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും ഒരു പേർപ്പസ് ഉണ്ട് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിന്റെ പേർപ്പസും നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ സൃഷ്ടിച്ചതിന്റെ പേർപ്പസ് എന്താണെന്ന് നമ്മളടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പം ഓരോന്നും അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു കാര്യത്തിന് വേണ്ടി അല്ലാതെ നമ്മളെ എൽമിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശരിക്കും, ഇപ്പൊ നമ്മളൊരു കുറേ പൈസ കൊടുത്തിട്ട് ഒരു കാറ് വാങ്ങി, പക്ഷെ നമ്മൾ ഒരിക്കലും അത് ഓടിക്കുന്നില്ല, നമ്മളവിടെ ഗാരേജിൽ അത് അവിടെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ആൾക്കാർ പറയും ഇയാൾ എന്തൊരു വിഡ്ഢിയാന്നല്ലേ. ഏകദേശം അതേ അവസ്ഥയായിരിക്കും നമ്മുടേത്. അല്ലെങ്കിൽ നമ്മൾ നല്ല അടിപൊളി സോഫ വാങ്ങി അല്ലെങ്കിൽ ചെയർ വാങ്ങി, അതിൽ ഞാൻ ഇരിക്കൂല, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ശരിക്കും വിഡ്ഢികളായിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അതുപോലെയുള്ള അവസ്ഥയാവും നമ്മളുടെ എൽമന്. ഓക്കെ, അപ്പം എൽമെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ജീവിതങ്ങളെ ഇഫക്റ്റ് ചെയ്യാനുള്ളതാണ്, നമ്മുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്താനുള്ളതാണ്. അതിനല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ എൽമ നമ്മളിൽ നിന്ന് നഷ്ടമാവുകയും ചെയ്യും, നമുക്ക് മറന്നും പോകും. കാരണം പ്രാക്ടീസ് ചെയ്ത എൽമ നമ്മുടെ തലയിൽ അവിടെ ഉണ്ടാവും, നമ്മുടെ മനസ്സിലത് അവിടെ ഉണ്ടാവും, പ്ലസ് അത് നമുക്കെതിരെ സാക്ഷ്യം വഹിക്കും. ഹയാത്ത് സലഫ് ബൈനൽ ഖൗൽ വൽ അമൽ എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥത്തില് സുഫിയാന സൗരി പ്രകാരം പറഞ്ഞതായിട്ട് കാണാം. എൽമ അത് അമലിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് എൽമിന്റെ ചോദ്യം അല്ലെങ്കിൽ എൽമിന്റെ വിളി അമലിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ വിളിക്ക് ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ എൽമ
അത് ഒരാളെ വിട്ടുപോകും. അതായത് അയാളുടെ ലൈഫിൽ അയാൾ എൽമ നേടുന്നത് അമല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അമല് ചെയ്തിട്ടില്ലെങ്കിൽ ആ എൽമ അയാളെ വിട്ടുപോകും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കട്ടെ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ തൊട്ട്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പൊ നമ്മൾ ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ ജീവിക്കുന്ന കാര്യത്തിൽ ഫെയിലായി പോവുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത്, കാരണം അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഏറ്റവും ചുരുങ്ങിയത് നമ്മളത് ട്രാൻസ്മിറ്റ് എങ്കിലും ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കെങ്കിലും ചെയ്യണം. നമ്മൾ മുമ്പ് ഏതോ ഒരു ഹദീസിനകത്ത് വിശദീകരിച്ചപ്പം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾക്ക് ചിലപ്പം ഒരു ഇൽമ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ ശരിയായ അർത്ഥത്തോടു കൂടി ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി ചിലപ്പോൾ പ്രാവർത്തികമാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന, നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് അതിനെ കൂടുതൽ ഭംഗിയായിട്ട് കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും പറ്റിയേക്കാം. ഇത് പലപ്പോഴും ഞാൻ ക്ലാസ്സുകളിലും പറയാറുള്ള കാര്യമാണ്. ഒരു പക്ഷെ ഞാൻ പറഞ്ഞു തരുന്നത് കേൾക്കുന്നവർക്ക് അതെന്നെക്കാളും നന്നായിട്ട് മനസ്സിലാക്കാനും എന്നെക്കാളും നല്ല വേറൊരു ലെവലിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പറ്റിയേക്കാം. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം ആ എൽമ ഏറ്റവും ചുരുങ്ങി നമ്മൾ എത്തിച്ചു കൊടുക്കുകയും വേണം. കാരണം എൽമ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അത് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ആ എൽമിനെ പ്രയോജനപ്രദമാക്കുന്നതിൽ നിന്ന്, അതായത് പ്രാവർത്തികമാക്കുന്നതിൽ നിന്ന് തടയുന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ കൊടുത്ത എൽമ കൊണ്ട് മറ്റുള്ളവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് നമുക്ക് കാണാം. സുബ്ഹാനല്ലാഹ്. നമുക്കറിയുന്നത് അവർക്കറിയുമ്പോൾ ഒരു പക്ഷെ അത് അവരുടെ ജീവിതങ്ങളും അവരിനി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് അവരുടെ ജീവിതങ്ങളും ട്രാൻസ്ഫോം ചെയ്തേക്കാം. അപ്പം എപ്പോഴും മനസ്സിൽ വെക്കുക, എൽമ ഒരുപാട് നേടി വെക്കാനുള്ളതല്ല, ഓരോ എൽമും അമലാക്കി മാറ്റാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ എൽമിനെ അപ്രോച്ച് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും റബ്ബ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റാനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ. ഇനി ഈ ഒരു ഹദീസിന്റെ മെയിൻ പാർട്ടിലേക്ക് പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4-5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിനകത്ത് ആദ്യം പറഞ്ഞത് ഇത്തഖൽ മഹാരിമ തകുൻ അബദന്നാസ്. നിങ്ങൾ മനുഷ്യന്മാരിൽ ഏറ്റവും നല്ല അബദ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ മഹാരിമുകളെ സൂക്ഷിക്കുക അല്ലെ, ഹറാമായ കാര്യങ്ങളെ സൂക്ഷിക്കുക. നമ്മൾ ശരിക്കും ഇബാദത്ത് എന്ന് പറയുമ്പോൾ തന്നെ, വർഷിപ്പ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ഓടിയെത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. നിസ്കാരം, നോമ്പ്, സദഖ, ഇതൊക്കെ അല്ലെ, ഹജ്ജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതൽ അല്ലെ. നിസ്കാരം എന്ന് പറയുമ്പോൾ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് സുന്നത്തായ നമസ്കാരങ്ങൾ, നോമ്പ് എന്ന് പറയുമ്പോഴും അതുപോലെ കുറെ സുന്നത്ത് നോമ്പുകൾ, കുറെ ഖിറാത്തുകൾ, കുറെ ചാരിറ്റി, അതൊക്കെയാണ് നമ്മളെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കാര്യങ്ങൾ. പലപ്പോഴും ഇബാദത്ത് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന, അല്ലാഹു ഹേറ്റ് ചെയ്യുന്ന, അല്ലാഹു പ്രൊഹിബിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കല് നമ്മൾ ചിന്തയിൽ പോലും പെട്ടെന്ന് ഇബാദത്ത് എന്ന് പറയുമ്പോൾ വരാറേ ഇല്ല, വന്നിട്ടേ ഇല്ല അല്ലെ. അങ്ങനെയാണ് നമ്മൾ ആ ഒരു നമ്മുടെ സിസ്റ്റം മോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇവിടെ ഈ ഒരു ഹദീസ് നമ്മളടുത്ത് പറയുന്നത് നമ്മളെ ബെസ്റ്റ് അബദാക്കാൻ, ബെസ്റ്റ് അബദന്നാസ്, മനുഷ്യന്മാരിൽ ഏറ്റവും നല്ല അബദാക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്? നിങ്ങൾ മഹാരിമുകളെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ ഇബാദത്ത് ഒരിക്കലും കംപ്ലീറ്റ് ആവുന്നില്ല ഏതുവരെ? നമ്മൾ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാതെ അല്ലെ. ശരിക്കും ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമ്മൾ ഈമാന്റെയും തഖ്വയുടെയും ശരിയായ ഹയർ ലെവലുകളിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ പലപ്പോഴും ഭയങ്കര ഈഗർ, അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പല അല്ലെ പറഞ്ഞ പോലെ സുന്നത്തുകളും അദ്കാറുകളും നമസ്കാരങ്ങളും ഒക്കെ എടുക്കാൻ ഭയങ്കര ഈഗറായിരിക്കും. വളരെ റെഗുലർ ആയിട്ട് അതൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സുബ്ഹാനല്ലാഹ്. നമസ്കാരങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അങ്ങനെയുള്ള ഡിവോഷണൽ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതേസമയം അള്ളാഹുവിന്റെ പ്രൊഹിബിഷൻസിലേക്ക്, അള്ളാഹുവിന്റെ വിലക്കുകളിലേക്ക്, ഹറാമുകളിലേക്ക് വരുമ്പോൾ പലപ്പോഴും അധികം ചിന്തിക്കുക പോലും ചെയ്യാതെ ആ ബോർഡറുകളൊക്കെ ക്രോസ് ചെയ്ത് ആ തെറ്റുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെ. നമ്മൾ കറക്റ്റ് നമസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും പലപ്പോഴും ചീറ്റ് ചെയ്യുന്നതിനും ലൈക്ക് ഒരു വാങ്ങൽ വിൽക്കൽ നടത്തുമ്പോൾ, കച്ചവടം നടത്തുമ്പോൾ ചീറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന കാര്യത്തിലും ഇൻസൾട്ട് ചെയ്യുന്ന കാര്യത്തിലും, മറ്റുള്ളവരുടെ രഹസ്യങ്ങളും ഒരു കൂസലുമില്ലാതെ നാട് മുഴുവൻ പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നടക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇപ്പുറത്ത് നമ്മൾ കറക്റ്റ് നമസ്കാരക്കാരായിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമ്മൾ ധാരാളം സദഖ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മൾക്ക് നല്ല അഹങ്കാരം ഉണ്ടാവും. യെസ്, ഞാൻ കൊടുത്തിട്ടാണ് അവരുടെ കാര്യം എന്നുള്ളത് അല്ലെ. അല്ലെങ്കിൽ അവരെ നമ്മൾ മന്നും അതയും ഒക്കെ പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ സ്വഭാവത്തിലുണ്ടാവും. അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ദിക്റുകളിൽ നമ്മുടെ നാവുകൾ ദിക്ർ കൊണ്ട് നനയ്ക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുകയും പറയുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെ. ഗോസിപ്പിങ്, ബാക്ക് ബൈറ്റിംഗ്, മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം, ഏഷണി, മോശപ്പെട്ട കാര്യങ്ങൾ അല്ലെ, വൾഗറായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ പറയുന്നതിന് ഒരു കൂസലും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. സുബ്ഹാനല്ലാഹ്.
അപ്പം ഇത്തരത്തിലുള്ള നിയമ ലംഘനങ്ങൾ പലപ്പോഴും അൺനോട്ടിസ്ഡ് ആയിട്ട് ശ്രദ്ധിക്കാതെ നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയത്തിന് ഒരു സൈഡിൽ നിന്നും അത് കടുപ്പമാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഹൃദയത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഈമാനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പം ഇന്നത്തെ ഈ ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ അല്ലെ, റംസാൻ കഴിഞ്ഞ് എല്ലാം നല്ല പെർഫെക്റ്റ് സിറ്റുവേഷനിൽ ഇത് ഷവ്വാൽ ഒന്നായപ്പോഴേക്ക് തന്നെ ഇബ്ലീസ് പല സൈഡിൽ നിന്നും ഇബ്ലീസിന്റെ പണി തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇത്രയും നാൾ കൺട്രോൾ ചെയ്ത് വെച്ച് നമ്മുടെ നാവുകളൊക്കെ കെട്ടഴിഞ്ഞ് പറയണ്ടെന്ന് വിചാരിച്ച പല കാര്യങ്ങളിലേക്കും, ചെയ്യണ്ടെന്ന് വിചാരിച്ച പല കാര്യങ്ങളിലേക്കും നമ്മൾ വരുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മഹാരമുകൾ. അപ്പം ഇത്തരത്തിൽ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇബാദത്തൊക്കെ വലിച്ചു മുറക്കുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഹൃദയത്തിനെ ഹാർഡാക്കുന്ന, ഹൃദയത്തിനെ നശിപ്പിക്കുന്ന, ഈമാനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആളെ ഈ ഓദർ കമ്പയർ ചെയ്തിട്ടുള്ളത്, ഒരാള് അയാളുടെ ദിവസത്തിന്റെ ഒരു ഭാഗം മുഴുവനും ഒരു ബിൽഡിങ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് കല്ലൊക്കെ വെച്ച് ഇഷ്ടികൊക്കെ വെച്ച് ഇങ്ങനെ ഫുൾ സെറ്റാക്കി ഓൾമോസ്റ്റ് ഫുള്ളാക്കും. എന്നിട്ട് സെക്കൻഡ് പാർട്ട്, അതായത് ഒരു വൈകുന്നേരം വരെ അയാൾ ബിൽഡിംഗ് ഉണ്ടാക്കും. വൈകുന്നേരത്തിന് ശേഷം ഫുൾ അടിച്ചു പൊളിച്ച് ആ ബിൽഡിംഗ് ഒക്കെ തള്ളി താഴെ ഇടും. എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും ബിൽഡ് ചെയ്യും. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അത് അടിച്ചു പൊളിച്ചിടുന്ന ഒരാളെ പോലെയാണ്. അതായത് അയാൾ ചെയ്ത എല്ലാ ഗുഡ് വർക്കും, എല്ലാ പണികളും നശിപ്പിക്കുന്ന നാറാണത്ത് ഭ്രാന്തനെ പോലെ ഉള്ള ഒരു അവസ്ഥയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമ്മൾ എല്ലാവരും തന്നെ ഒരുപക്ഷെ അതിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കട്ടെ, ആമീൻ. അപ്പം ഇതുപോലെയുള്ള ഹറാമുകൾ നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് എടുക്കുന്ന ഹറാമുകളാണ് ഇതൊക്കെ, പ്രത്യേകിച്ച് നാവ് കൊണ്ടുള്ള കാര്യങ്ങൾ. പറഞ്ഞ അത്രയേ ഉള്ളൂ അല്ലെ. അതിനപ്പൊ തന്നെ നമുക്കൊരു ബേജാറ് വരാനും അപ്പൊ തന്നെ തൗബ ചെയ്യാനും ഒക്കെ നമ്മൾ മുതിരാറുണ്ടോ? നമുക്കറിയാം പലതും തെറ്റാണെന്നല്ലേ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ. ഈവൻ ഹൃദയങ്ങളുടെ ട്രാൻസാക്ഷൻസിനെ പോലും അള്ളാഹു സുബ്ഹാനഹു തആല ചോദ്യം ചെയ്യുമെന്ന് അറിയാവുന്ന ഒരു തൗബ നമ്മൾ അല്ലെ. അത്തരം ആയത്തുകളിലൂടെ പോയിട്ടുണ്ട്. നമുക്കിനി വരാനുള്ള ആയത്തും അത് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അപ്പം അതൊക്കെ അറിഞ്ഞിട്ട് പോലും യെസ് സംഭവിച്ചു, അത്രയേ ഉള്ളൂ. നമ്മളടുത്ത് ആ തെറ്റ് പറ്റി, യാതൊരു ഗിൽറ്റ് നമുക്കാരും കുറ്റബോധം, ശരിയായ കുറ്റബോധം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ അത് തൗബയിലേക്ക് മടങ്ങും അല്ലെ. നമ്മൾ ആരൊക്കെ അങ്ങനെ തൗബയിലേക്ക് പോകാറുണ്ട്? സുബ്ഹാനല്ലാഹ്. അപ്പം ഹറാമുകൾ യാതൊരു കുറ്റബോധവും ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മളുടെ തഖ്വയുടെ പ്രാക്ടീസ്, തഖ്വയുടെ തെറ്റായ ഒരു പ്രാക്ടീസിന്റെ ലക്ഷണമാണ്. തഖ്വയെ തെറ്റായി പരിശീലിക്കുന്നതിന്റെ ലക്ഷണമാണ്. തഖ്വയെ തെറ്റായി മനസ്സിലാക്കിയതിന്റെ ഒരു ലക്ഷണമാണ്. പലപ്പോഴും സുബ്ഹാനല്ലാഹ്, ഞാൻ തന്നെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, തഖ്വയുടെ ഡെഫിനിഷൻസ് ഭയങ്കര റോങ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് പലതും ചെയ്യുമ്പോൾ അള്ളാഹിനെ സൂക്ഷിക്കണം, അള്ളാഹിനെ സൂക്ഷിക്കണം. പക്ഷെ ആ പറഞ്ഞ കാര്യം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളിലും വിരോധങ്ങളിലുള്ള കാര്യമേ ആയിരിക്കില്ല. സുബ്ഹാനല്ലാഹ്, അതിന്റെ മേലെയുള്ള ഇഹ്സാനിൽ പെട്ട കാര്യങ്ങളായിരിക്കും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തഖ്വ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള, അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യലും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കലുമാണ് തഖ്വ. അത് പലർക്കും അറിയ പോലുമില്ല. നമ്മളൊക്കെ പലപ്പോഴും തഖ്വയുടെ ഡെഫിനിഷൻ പോലും വേറെയാണ്. ഹറാമുകളൊക്കെ കൂസലില്ലാതെ ചെയ്തുകൊണ്ടിരുന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല പറയാത്ത അല്ലെ, വളരെ സൂക്ഷ്മത കാണിക്കണം എന്ന് അള്ളാഹ്, അതായത് വിരോധങ്ങളിലും നിർബന്ധങ്ങളിലും പറയാത്ത പല കാര്യങ്ങളും സുന്നത്തായിട്ടുള്ള അല്ലെങ്കിൽ ഇഹ്സാന്റെ കാര്യങ്ങളിൽ ആണ് പലരും തഖ്വ കാണിക്കാറ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹുവിന്റെ വിലക്കുകൾ, ഹറാമുകൾ യാതൊരു കുറ്റബോധവും ഇല്ലാതെ നമ്മൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ തഖ്വ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ തെറ്റാണെന്നുള്ളത്, നമ്മൾ തെറ്റായ തഖ്വയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ലക്ഷണമാണ്. നമ്മൾ ഓരോരുത്തരും അവന്റെ നഫ്സുകളോട് പറയാ, ചോദിക്കുക. സുബ്ഹാനല്ലാഹ്. തഖ്വ അറിയില്ലെങ്കിൽ പിന്നെ മുമ്പോട്ട് പോകുന്നതിലൊരർത്ഥമില്ല അല്ലെ. ഹുദല്ലിൽ മുത്തഖീൻ, ഖുർആൻ ആർക്കുള്ളതാ? ഖുർആനിലെ ഹിദായത്ത് ആർക്കുള്ളതാ? തഖ്വയുള്ളവർക്കുള്ളതാ. സുബ്ഹാനല്ലാഹ്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ അള്ളാഹുവിന് ഇഷ്ടത്തോടു കൂടി, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടും അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ടും അല്ലെ, പ്രതീക്ഷ കൊണ്ടും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതേ ഇഷ്ടത്തോടു കൂടിയും അതേ ഭയത്തോടു കൂടിയും ആ പ്രചോദനം തന്നെ അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് ഓരോരുത്തർക്കും, എനിക്കും നിങ്ങൾക്കും. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഇബാദത്തിനെ മൊത്തത്തിൽ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ മനസ്സുകളിലും നമ്മുടെ കൾച്ചറുകളിലും, നമ്മുടെ കൾച്ചർ സംസ്കാരത്തിൽ പോലും ഇബാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് ആണ് അല്ലെ. മറ്റുള്ളതിനൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അല്ലെ, കുറച്ച് നമസ്കാരം അല്ലെ, കുറച്ച് നോമ്പ്, കുറച്ച് ദിക്ർ, അതുപോലെ ഖുർആനോത്ത്, അതാണ് ഇബാദത്ത്. അങ്ങനെ ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മളെ മനസ്സിലും അങ്ങനെയാണ്, നമ്മുടെ സംസ്കാരങ്ങൾ കൾച്ചറുകളും അങ്ങനെയാണ് പോകുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം വർഷിപ്പ് അല്ലെങ്കിൽ ഇബാദ എന്ന് പറയുന്നത് നിസ്കാരമാണ്, പക്ഷെ കാരുണ്യമില്ലായ്മയാണ്.
അതേപോലെ ചിലർക്ക് തിരിച്ചായിരിക്കും, ഞാൻ ഭയങ്കര കൈൻഡാണ്, ആളുകളടുത്തൊക്കെ നല്ലതായിട്ട് ഡീൽ ചെയ്യും, പക്ഷെ നിസ്കരിക്കാറില്ല. അതും തഖ്വയാണ്. സുബ്ഹാനല്ലാഹ് അല്ലേ, അതും ഇബാദത്താണ്. അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ട്രേറ്റിനനുസരിച്ച് അല്ലെ. നമ്മൾ തന്നെ ചിലപ്പോൾ ചിലരെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും, ഓന് നിസ്കാരം ഇല്ല, ഓൻ പക്ഷെ ഭയങ്കര മുത്തൊക്കെ, ആൾക്കാരൊക്കെ അടുത്തൊക്കെ ഭയങ്കര ഡീലിംഗ് ആണ്, എന്നിട്ട് ഓൻ പറയുന്നത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്ക് തന്നെ അറിയാം. എന്നാൽ ഇപ്പുറത്ത് നമ്മൾ ഭയങ്കര നിസ്കാരമായിരിക്കും, ആളുകളെ ഹാഷായിട്ട് ആളുകൾക്ക് പെരുമാറുന്നുണ്ടാവും, അവരുടെ കുറ്റം പറയുന്നുണ്ടാവും, അവരെ പേഴ്സണൽ പ്രശ്നങ്ങൾ നമ്മൾ പബ്ലിക്കായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, എന്നാൽ നമ്മളോ ഭയങ്കര ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. ഇത് ഓരോരുത്തരുടെയും പേഴ്സണൽ അജണ്ടയ്ക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പ്രിജുഡിസ്ഡ് ഡെഫിനിഷൻ, അതായത് നമ്മൾ തഖ്വ ഇന്നതാണെന്ന് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നതാണ് തഖ്വ. അപ്പൊ ഞാൻ ഭയങ്കര തഖ്വയുള്ള ആളാണ്, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അതാക്കി മാറ്റുകയാണ് നമ്മളുടെയൊക്കെ ഇബാദത്തിന്റെ ഡെഫിനിഷൻ. സുബ്ഹാനല്ലാഹ്. മോസ്റ്റ്ലി നമ്മൾ ഓരോരുത്തരും ഏത് ഡെഫിനിഷൻ ആണോ കംഫർട്ടബിൾ, തഖ്വയുടെ ഏത് നിർവചനത്തിനോടാണോ നമ്മൾ കംഫർട്ടബിൾ, അല്ലെങ്കിൽ ഏത് ഡെഫിനിഷനോട് കൂടിയാണോ നമ്മൾ ജീവിച്ച് ഇവിടം വരെ എത്തിയിട്ടുള്ളത്, അതാണ് നമ്മളുടെ തഖ്വ. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ ഇബാദത്ത് എന്ന് പറയുന്നത് അതാണ്, ബാക്കിയുള്ളതൊന്നും നമ്മുടെ ഇബാദത്തുകളിൽ പെട്ടതല്ല. ഈ പറഞ്ഞ അള്ളാഹുവിന്റെ മഹാരിമകളെ സൂക്ഷിക്കുക എന്നുള്ളത്, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സൂക്ഷിക്കുക, വെറുതെ തമാശയാക്കിയിട്ടല്ല, സ്ട്രിക്റ്റ് ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ള കാര്യത്തിനെ നമ്മൾ പലപ്പോഴും നമ്മുടെ തഖ്വ അല്ലെങ്കിൽ നമ്മുടെ ഇബാദത്ത് എന്ന് പറയുന്ന ആ ഒരു സർക്കിളിൽ നിന്നേ മാറ്റി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഭയങ്കര ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളല്ലേ. നമ്മൾ പലപ്പോഴും പലരിടത്തും ചോദിക്കുകയും ചെയ്യും, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലെ, ഇന്ന കാര്യം നിങ്ങൾ ചെയ്യാറുണ്ടോ, ആ സമയത്ത് ഇത്ര പ്രാവശ്യം ഇന്ന സംഭവം നിങ്ങൾ ചെയ്യാറുണ്ടോ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ധൈര്യമുണ്ടോ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അല്ലെ, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകൾ ഓരോരുത്തർക്കും അറിയാം, ഞാൻ ഇത് ചെയ്യാറുണ്ടോ, നിങ്ങൾ ഇത് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ. കാരണം നമ്മൾ അതിനൊന്നും ഇബാദത്തായിട്ട് കൺസിഡറേ ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ തെറ്റുകളിൽ നിന്ന്, അള്ളാഹുവിന്റെ സ്റ്റോപ്പ് അല്ലെങ്കിൽ വിലക്കുകളിൽ നിന്ന് മാറി നിൽക്കലെ ഇബാദത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് ഇസ്ലാമികമായിട്ടുള്ള ഇബാദത്തിന്റെ ഡെഫിനേഷൻ അല്ല, അത് ഭാഗികമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് സൗകര്യപൂർവ്വം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള, നമ്മൾ സ്വയം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഡെഫിനേഷൻ മേലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഫുൾ ഡെഫിനേഷൻ എന്ന് പറയുന്നത്, ഇബാദത്തിന്റെ ഫുൾ ഡെഫിനേഷൻ എന്ന് പറയുന്നത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം ഓരോന്നിനും അതിനതിന്റെ സ്റ്റേഷനും അതിന്റെ ഇമ്പോർട്ടൻസും കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. അതേപോലെ അള്ളാഹു വിലക്കിയായിട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാത്തിനും അതേപോലെ ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ വർഷിപ്പ് അല്ലെങ്കിൽ ഇബാദ എന്ന് പറയുന്നതിന്റെ ഡെഫിനേഷനിൽ, അതിന്റെ ആ ഒരു നിർവചനത്തില്, നമ്മൾ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ തിരിച്ചു കൊണ്ടുവരണം. അത് നമ്മൾ മിസ്സാകുമ്പോൾ ശരിക്കും നമുക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാല്, നമ്മളെ ഹൃദയത്തിനെ പൊല്യൂട്ട് ചെയ്യുന്ന, ഹൃദയത്തിനെ മലിനമാക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ഈ ഓരോ തിന്മകളിലും ഉണ്ട്. അപ്പൊ നമ്മളെ ഹൃദയം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ ഈ തിന്മകളൊക്കെ ചെയ്തിട്ട് മലിനമാക്കാൻ അനുവദിച്ചിട്ട്, അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്യും. സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മുടെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വേറെയാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. എന്നാൽ ഇപ്പുറത്തെ ഈ മലിനമായ ഹൃദയം കൊണ്ടാണ് നമ്മളെ ഇബാദത്ത് ചെയ്യുന്നത്. എങ്ങനെയാ നമുക്ക് ഖുശൂ കിട്ടുക അല്ലെ. നമ്മളെല്ലാവരും കയ്യും കാലും ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഖുശൂ എന്ന് പറയുന്ന ഒരു കാര്യം. സുബ്ഹാനല്ലാഹ്. എങ്ങനെ നമുക്ക് ഖുശൂ കിട്ടാം? ഇപ്പുറത്ത് നമ്മൾ ആ ഹൃദയത്തിനെ മലിനമാക്കാൻ ചാൻസ് ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അങ്ങനെ നമ്മുടെ ഇബാദത്തിന് പവർ നഷ്ടപ്പെടാണ്. അതിനെ ചേഞ്ച് ചെയ്യാനുള്ള, എലിവേറ്റ്, അതിന് അടുത്തടുത്ത ലെവലുകളിലേക്ക് ഉയരാനുള്ള സാധ്യത പോലും നമ്മളവിടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളുടെ ഹൃദയം ഈ പറഞ്ഞ തിന്മകളാല് മലിനമാക്കിയ ഹൃദയം കൊണ്ടാണ് നമ്മൾ ഇപ്പുറത്ത് വന്നിട്ട് ഇബാദത്ത് ചെയ്യുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു റമളാന്റെയും അടുത്ത റമളാന്റെയും ഇടക്ക് നമ്മൾ നമ്മളുടെ ഹൃദയങ്ങളെ അല്ലെ ശരിക്കും അടുത്ത റമളാന് വേണ്ടി ഒരുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മുമ്പിൽ 11 മാസങ്ങളുണ്ട്. നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും, ഈവൻ നമ്മളെ ഖുർആന്റെ യാത്രയും അതിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും. അടുത്ത റമളാനിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അടുത്ത ലെവലിലേക്ക് നമ്മളുടെ ഇബാദത്തിനെ ഉയർത്താൻ വേണ്ടിയിട്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണം, അതിനനുസരിച്ച് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മാറ്റം വരുത്തണം ഇൻഷാ അല്ലാഹ്. അടുത്ത റമളാൻ ഈ റമളാൻ പോലെ ആവരുത്. നമ്മളെ ഹൃദയങ്ങളെ അതിനുവേണ്ടി നമുക്ക് ഒരുക്കണം. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പം അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇബാദത്തുകൾ ചെയ്യലും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലും, ആക്ച്വൽ തഖ്വ അതാണ്.
ഓക്കെ, വളരെ ബേസിക്, വളരെ ബേസിക്. സുന്നത്തുകളും അതിന്റെ മേലെയുള്ള ഇഹ്സാനുകളും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. പക്ഷെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് ബേസിക് ആയിട്ടുള്ള അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക, വിരോധങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അതായിരിക്കട്ടെ നമ്മുടെ ഈ കൊല്ലത്തെ അജണ്ട. അടുത്ത റമളാനുള്ളിൽ നമ്മളുടെ ചേഞ്ചിന്റെ അജണ്ട എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ. ബേസിക് ആയിട്ടുള്ള അള്ളാഹുവിന്റെ ഫർളായിട്ടുള്ള കാര്യങ്ങളെ കറക്റ്റ് ആയിട്ട് സെറ്റ് ആക്കുക, അള്ളാഹുവിന്റെ വിരോധങ്ങളിൽ നിന്ന് കറക്റ്റ് ആയിട്ട് മാറി നിൽക്കുക. അതിന്റെ മുകളിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ, പക്ഷെ അത് ചെയ്യുന്നതിന്റെ കൂടെ ഇതിന്റെ കോൺസെൻട്രേഷൻ മിസ്സാക്കാതിരിക്കുക. ഓക്കെ, അപ്പം അതാണ് ആക്ച്വൽ തഖ്വ. അതാണ് അതിന്റെ മേലെയുള്ള ഏതൊരു വോളണ്ടറി ആക്ടും, ഏത് സുന്നത്തായിട്ടുള്ള നഫ്ലായിട്ടുള്ള എഹ്സാൻ തരുന്ന ഏതൊരു കാര്യം ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് എന്താണ്? ഈ ആക്ച്വൽ തഖ്വയിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മൾ ഇതൊക്കെ ഒരുപാട് സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഹാബിച്വലി സ്ഥിരമായിട്ട് അള്ളാഹുവിന്റെ ഹറാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ബെറ്റർ വളരെ ബേസിക് ആയിട്ടുള്ള എന്താണ് നിർബന്ധങ്ങൾ അനുസരിക്കുക, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. ആൾക്കാർ എന്ത് വേണമെങ്കിലും നമ്മളെ പറഞ്ഞോട്ടെ, നീ ആ സുന്നത്ത് ചെയ്യുന്നില്ലേ, നീ ഈ സുന്നത്ത് ചെയ്യുന്നില്ലേ, നീ ആസ്കാരം എടുക്കുന്നില്ല, ഒക്കെ പറഞ്ഞോട്ടെ. പക്ഷെ നമ്മളെ കോൺസെൻട്രേഷൻ മെയിൻ ആയിട്ട് ഇതായിരിക്കും. ആര് സുന്നത്ത് ചെയ്യുന്നത് നിർത്താനൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷെ ഇതിനേക്കാളും മേലെയല്ല അതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ മെല്ലെ മെല്ലെ ബിൽഡ് ചെയ്തുകൊണ്ട് വരാം. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം ഈ ഫസ്റ്റ് പറഞ്ഞ വ്യക്തി, അതായത് അള്ളാഹുവിന്റെ ഹറാമുകളെ ശ്രദ്ധിക്കുക, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുകയും അള്ളാഹുവിന്റെ ഫർളുകൾ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തി എന്താ ചെയ്യുന്നത്? അവന്റെ ഹൃദയം ക്ലീൻ ആക്കി വെക്കുകയാണ്. അങ്ങനെയുള്ള ക്ലീൻ ആയിട്ടുള്ള ഹൃദയം കൊണ്ട് അവൻ അള്ളാഹു പറഞ്ഞ നിബന്ധനകൾ പാലിക്കുമ്പം, ഇബാദത്തുകൾ ചെയ്യുമ്പം അവന്റെ ഹൃദയം അള്ളാഹുവിനോട് അടുത്തുകൊണ്ടേയിരിക്കും. എന്നാൽ രണ്ടാമത് പറഞ്ഞ വ്യക്തി നന്മകളും അതിന്റെ മേലുള്ള നന്മകളും സുന്നത്തുകളും എഹ്സാനുകളും ഒക്കെ ചെയ്തിട്ട് അതിന്റെ ഇപ്പുറത്ത് അള്ളാഹുവിന്റെ വിലക്കുകളെ ശ്രദ്ധിക്കാത്ത വ്യക്തി എന്താ ചെയ്യുന്നത്? അവൻ ആ ചെയ്യുന്നതൊക്കെ അവന്റെ തിന്മകൾ കൊണ്ട് ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലസ് അവന്റെ ഹൃദയത്തിന് പ്യൂരിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹൃദയം ആകെ കൂടെ മോശമായ അവസ്ഥയിലാണ്, ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും ആ ഹൃദയം കൊണ്ട് അള്ളാഹുവിനോട് അടുക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും നമ്മളടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്താ റബ്ബേ എനിക്ക് ഖുശൂ കിട്ടാത്തതെന്ന്. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ ഈ ചെയ്യുന്നതൊക്കെയും ഈ മലിനമായ ഹൃദയം കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ പ്രാവശ്യത്തെ തീമ, അടുത്ത റമളാന്റെ മുമ്പിൽ നമ്മളെ തീമ എന്താ? നമ്മളെ ഹൃദയത്തിനെ ശരിക്കും എല്ലാ മാലിന്യങ്ങളിൽ നിന്നും പ്യൂരിഫൈ ചെയ്ത്, എല്ലാ തിന്മകളും ഭയങ്കര പ്രയാസമാണ്. കാരണം നമ്മൾ വർഷങ്ങളായി ശീലിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകൾ, നമുക്ക് പോലും തിന്മയാണെന്ന് തോന്നിയിട്ടില്ലാത്ത കുറെ തിന്മകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് അത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് നമ്മളെ വസ്തായിനോ ബിസ്വബരി വസ്സല, അതന്നെ എല്ലാത്തിൻ്റെയും ടിപ്പ്. അള്ളാഹിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക, റബ്ബേ നീ എന്നെ സഹായിച്ചു, നീ സഹായിച്ചാലേ മതിയാവുള്ളൂ. അള്ളാഹിനെ നമ്മളുണ്ടല്ലോ ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ചിലരെ കോല് പിടിച്ച് നടത്തി തരണം എന്ന് പറയുന്ന സുബ്ഹാൻ അള്ളാഹു അതിനകത്തോട്ട് കാക്കട്ടെ. അള്ളാഹിന്റെ അടുത്ത് അതുപോലെ നമ്മളെ ചോദിക്കുക, റബ്ബേ നീ എന്നെ സഹായിച്ചേ മതിയാവും. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്റെ മഹാരിമുകളെ സൂക്ഷിക്കാൻ നീ എന്നെ സഹായിച്ചേ മതിയാവും. ഞാൻ പെട്ടുപോയിട്ടുണ്ട്, എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. അത് ഓരോരുത്തർക്കും അറിയാം ഓരോരുത്തരുടെ കാര്യം. എനിക്കിത് മാറ്റാൻ പറ്റുന്നില്ല, റബ്ബേ നീ സഹായിച്ചാൽ മതിയാവും. അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ പുതിയ പുതിയ എന്താണ് ഇൽമുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് എത്തിക്കും. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പം അത് നമുക്ക് വർക്ക് ആവില്ല, അതിൽ നമ്മൾ ഫീൽ ആവും. വീണ്ടും റബ്ബിന്റെ അടുത്ത് ചെല്ലുക, അതുകൊണ്ട് റബ്ബെ ഞാൻ ഇത് ചെയ്തിട്ട് പറ്റുന്നില്ല, നീ എനിക്ക് പുറത്ത് മാപ്പാക്കി താ, നീ എനിക്ക് വഴി കാണിച്ച, ഞാൻ എങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യും? പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, ഈ നമ്മൾ പരദൂഷണങ്ങൾ, മറ്റുള്ളവർ പരദൂഷണം പറയുമ്പം അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ. സുബ്ഹാനല്ലാഹ്. ഇത് ഓരോരുത്തരും അവനവനും റബ്ബുമായിട്ടുള്ള ഒരു കോൺടാക്ട് ആയിട്ട് റബ്ബിന്റെ അടുത്ത് ഈ സംഭവം അപ്പീലായിട്ട് വെക്കുക. റബ്ബെ എനിക്ക് പറ്റുന്നില്ല, നീ വഴി കാണിച്ച, റബ്ബ് വഴി കാണിച്ചു തരും. പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തിട്ട് ഫീലായി വീണ്ടും റബ്ബിന്റെ അടുത്ത് ചെന്ന് പറയുക, തൗബ ചെയ്ത് മടങ്ങുക, വീണ്ടും റബ്ബ് വഴി കാണിച്ചു തരും. അങ്ങനെ നമ്മൾ അതിനെ സീരിയസ് ആക്കി എടുത്ത് ശ്രമിച്ചുകൊണ്ടേ ഇരുന്നാൽ അൾട്ടിമേറ്റ്ലി ഈ ഓരോ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും. അങ്ങനെ മാറാൻ പറ്റിയത് കൊണ്ട് തന്നെയാണ് സഹാബാക്കള് ആ അവസ്ഥയിലെത്തിയത്. അല്ലാതെ അവർക്കൊന്നും പെട്ടെന്ന് ഒരു ചിപ്പ് അവര് ഹാർട്ടിലേക്ക് ഇട്ടിട്ട് ഹാർട്ടിനെ മൊത്തം ക്ലീൻ ആക്കിയിട്ട് അവരിങ്ങനെ ഭയങ്കര മുത്തക്കിങ്ങളായതൊന്നും അല്ല. അവർക്ക് ശരിക്കും നഫ്സിന്റെ ജിഹാദ് ചെയ്ത് അതിൽ ജയിച്ചിട്ട് മറ്റേ ജിഹാദിലേക്ക് പോയവരാണ്. നമുക്ക് മറ്റേ ജിഹാദിന്റെ അവസരം നമുക്ക് സുബ്ഹാനല്ലാഹ് വന്നുകൊണ്ടിരിക്കുക, അല്ലാഹ് കാക്കട്ടെ, ആമീൻ. പക്ഷെ ആദ്യം നമ്മൾ നഫ്സിന്റെ ജിഹാദിൽ ജയിക്കണ്ടേ, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, പയസ് അല്ലെങ്കിൽ മുത്തഖിയായിട്ടുള്ള സച്ചരിതരായിട്ടുള്ള ആളെന്ന് പറയുന്നത് രാത്രി നമസ്കരിക്കുകയും പകല് നോമ്പെടുക്കുകയും എന്നിട്ട് അതിനിടക്ക് തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളല്ല. നമ്മളെല്ലാവരും ഇതിനകത്ത് പെടുന്നവരല്ലേ?
സുബ്ഹാനല്ലാഹ്, രാത്രി നിസ്കരിക്കുകയും പകല് നോമ്പെടുക്കുകയും ഇടയ്ക്ക് ഇഷ്ടം പോലെ തിന്മകൾ ചെയ്യുകയും ചെയ്യാം. അങ്ങനെയുള്ളവരെല്ലാം സച്ചരിതരായിട്ടുള്ള ആൾക്കാര് ആരാണ്? പകരം അള്ളാഹുവിന്റെ ഒബ്ലിഗേഷൻസ്, അതായത് കൽപ്പനകള്, ഫർളുകൾ അനുസരിക്കുകയും അവന്റെ വിരോധങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നവരാണ് ആര്? ദ പയസ്, അല്ലെങ്കിൽ സച്ചരിതരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ മുത്തഖീങ്ങളായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. എന്നിട്ട് അതിന്റെ മേലെ അവൻ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവന്റെ നന്മയുടെ കൂടെ ആഡ് ചെയ്യപ്പെടും. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ഇബ്ലീസ് തന്നെ ആയിരിക്കാം സുബ്ഹാനല്ലാഹ് ഒരു പക്ഷെ നമ്മളെ ഇങ്ങനെ അത് ചെയ്താ അങ്ങനെ, ഇത് ചെയ്താ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അതിന്റെ മേലെ മേലെയുള്ള കാര്യങ്ങളിലേക്ക് ഓടിച്ചിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് കളയുന്നു, അല്ലെ? ഇബ്ലീസിന് എങ്ങനെ നമ്മളെ ഈമാൻ കറക്റ്റ് ആവുന്നത് ഇഷ്ടമില്ലയോ, അതേപോലെ നമ്മൾ തഖ്വ ഉണ്ടാവുന്നത് ഇബ്ലീസിന് ഇഷ്ടമല്ല. തഖ്വ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കലും വിരോധങ്ങളിൽ നിന്ന് മാറി നിൽക്കലും. എന്നിട്ട് പലപ്പോഴും നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് ചെല്ലും, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ നിർവചന പ്രകാരം രാത്രി നമസ്കരിക്കുകയും പകല് നോമ്പെടുക്കുകയും അതിനിടയ്ക്ക് ധാരാളം തിന്മകൾ ചെയ്യുന്ന ആളല്ല പയസ്, അല്ലെങ്കിൽ സച്ചരിതൻ ആയിട്ടുള്ള മുത്തഖയായിട്ടുള്ള ആള്. പകരം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുകയും അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുകയും വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നവരാണ്. ഇനി അതിന്റെ മേലെ അവൻ എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവന് നന്മയുടെ കൂടെ ആഡ് ചെയ്യപ്പെടും. സുബ്ഹാനല്ലാഹ്. അപ്പൊ തിന്മയിൽ നിന്ന് നമ്മൾ എങ്ങനെ മാറി നിൽക്കും, എങ്ങനെ തിന്മകളെ ഒഴിവാക്കുന്നുവോ അത് എത്രത്തോളം നമ്മൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. നമ്മളെല്ലാവരും അല്ലെ വാക്കുകൾ കൊണ്ട് എനിക്ക് അള്ളാഹിനാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്ന ആൾക്കാരാണ്. ശരിക്കും നിഫാഖല്ലേ അത്, അല്ലെ? ശരിക്കും ഒരു നിഫാഖല്ലേ അത്? കാരണം നമ്മൾ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മൾ തിന്മകൾ കൊണ്ട് നമ്മൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, നമ്മൾ തിന്മകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവരല്ലാന്ന് നമ്മൾ ജീവിതം കൊണ്ട് തന്നെ നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ ഇച്ഛകൾക്കെതിരെ ഫൈറ്റ് ചെയ്യുക, ഈ ദുനിയാവിന്റെ ടെംപ്റ്റേഷൻസിനെതിരെ ഫൈറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോൾ. എന്നിട്ട് അതിൽ നമ്മൾ എത്രത്തോളം എത്രത്തോളം നമ്മൾ വിജയിക്കുന്നു, അത്രത്തോളമാണ് നമ്മുടെ ഈമാന്റെ സ്ട്രെങ്ത്, അത്രത്തോളമാണ് നമ്മൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നത്. ഭയങ്കര വലിയ ചാലഞ്ച് തന്നെയാണത്. സുബ്ഹാനല്ലാഹ്. ദുനിയാവിലെ വേറൊരു ചാലഞ്ചും ഇതിനോളം എത്തൂല. ഓക്കെ, ഈ ദുനിയാവിലെ നമ്മുടെ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത, നമുക്ക് ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യലും, നമുക്ക് ഇഷ്ടമുള്ള പലതിനെയും നമ്മൾ ഉപേക്ഷിക്കലും, അല്ലെ? അതേപോലെ തിന്മകളെ ഉപേക്ഷിക്കലും. സുബ്ഹാനല്ലാഹ്. അതിന്റെ റിസൾട്ടന്റ് ആയിട്ട് തിന്മകളെ ഉപേക്ഷിക്കലുമാണ് സുബ്ഹാനല്ലാഹ് നമ്മുടെ ഈമാന്റെ സ്ട്രെങ്ത് ടെസ്റ്റ് എന്ന് പറയുന്നത്. മജ്മു അൽ ഫതാവ എന്ന ഗ്രന്ഥത്തിലെ സഹൽ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ആദമിന്റെ മിക്ക സന്തതികളും ചില എന്താ പറയാ ഒബ്ലിഗേഷൻസ്, അതായത് ഫർളുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതായത് ആദമിന്റെ മിക്ക സന്തതികളും അള്ളാഹുവിന്റെ മിക്ക വിധികൾ, അതായത് അള്ളാഹു കൽപ്പിച്ച മിക്ക കാര്യങ്ങളും അല്ലെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ സിദ്ദീഖൂൻ മാത്രമേ അവന്റെ വിലക്കുകളെല്ലാം ഉപേക്ഷിക്കുകയുള്ളൂ. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നത് സിദ്ദീഖൂൻ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. സിദ്ദീഖൂൻ എന്ന് പറഞ്ഞാൽ, അല്ലെ, സത്യസന്ധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും ആദ്യം അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ട് സത്യസന്ധത കാണിക്കുന്ന ആളുകളായിരിക്കണം. അള്ളാഹ്ക്ക് നമ്മൾ കൊടുത്ത പ്രോമിസ് ഉണ്ട്, അല്ലെ? ബല ഷഹിദന, നീയാണ് ഞങ്ങളുടെ റബ്ബ്. തൗഹീദിന്റെ ഒരു പ്രോമിസ്. അതെന്താ തൗഹീദിന്റെ പ്രോമിസ് ഇവിടെയായിട്ട് ബന്ധം, സത്യസന്ധതയായിട്ടുള്ള ബന്ധം എന്താ? അതായത് അള്ളാന്റെ മേലെ ഒന്നിനെയും ആരെയും ഞാൻ അനുസരിക്കൂല. ആ ഒന്നിനെയും ആരെയും എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മളെ നഫ്സിന്റെ ഇച്ഛകളും, അല്ലെ, നമ്മുടെ ഐഹികമായിട്ടുള്ള ടെംപ്റ്റേഷൻസും ഒക്കെ പെട്ടു. അള്ളാന്റെ മേലെ, അത് തൗഹീദാണ്, അള്ളാന്റെ മേലെ ആരെങ്കിലും അനുസരിക്കാതിരിക്കുക എന്നുള്ളത്, അല്ലെ? അപ്പം എന്റെ നഫ്സിനെയും ഞാൻ അനുസരിക്കൂല, ടെംപ്റ്റേഷൻസിനെ അനുസരിക്കൂല, ഇതുപോലെ ആരെയും അനുസരിക്കൂല, ആരെയും അള്ളാന്റെ മേലെ ഭയപ്പെടൂല എന്നുള്ളത് അള്ളാഹ്ക്ക് നമ്മൾ കൊടുത്ത തൗഹീദിന്റെ പ്രോമിസ് ആണ്. ആ പ്രോമിസിൽ ഏറ്റവും സത്യസന്ധരായിരിക്കുക എന്നുള്ളതാണ് സിദ്ദീഖിന്റെ ഏറ്റവും ഫസ്റ്റ് കണ്ടീഷൻ. നമ്മൾ പലപ്പോഴും സത്യസന്ധത എന്ന് പറയുമ്പോൾ വേറെ പല രീതിയിലാണ് ഡിഫൈൻ ചെയ്യാറ്, അല്ലെ? നമ്മൾ സത്യസന്ധത എന്ന് പറഞ്ഞാൽ ആൾക്കാരോട് കളവ് പറയാതിരിക്കുക എന്നുള്ളതാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ രീതിയിൽ നമ്മൾ സിദ്ദീഖിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് കൊടുത്ത പ്രോമിസിൽ നമ്മൾ സത്യസന്ധരായിക്കുക, അത് കീപ്പ് ചെയ്യുക എന്നുള്ളതിൽ നമ്മൾ അത് മനസ്സിലാക്കി അത് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന സത്യസന്ധതയ്ക്ക് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് വരും. കാരണം എന്താണ്? ആളുകളോട് കളവ് പറയാന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തിന്മയിൽ നിന്ന്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിരോധങ്ങളിൽ നിന്ന് മാറി നിൽക്കൽ പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലെ? അപ്പം ഈ സിദ്ദീഖ് എന്ന് പറയുന്നതാണ് ഹയർ ലെവൽ. അള്ളാഹ് കൊടുത്ത പ്രോമിസിൽ സത്യസന്ധത കാണിക്കുക എന്നുള്ളതാണ് എന്ത്? ഹയർ ലെവൽ. സുബ്ഹാനല്ലാഹ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സിദ്ദീഖീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അപ്പം അള്ളാഹുവിനെ ശരിയായ രീതിയിൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന ആളുകൾക്കേ അള്ളാഹുവിന്റെ ഹറാമുകളിൽ നിന്ന് ശരിയായ അർത്ഥത്തിൽ മാറി നിൽക്കാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം അതാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് വർദ ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നൻ നാസ്. അള്ളാഹു അള്ളാഹുൽ തൃപ്തരായിരിക്കുക എന്നുള്ളത് അല്ലെ. അതായത് അള്ളാഹു നമുക്ക് എന്താണോ നമ്മളെ ജീവിതത്തിൽ തന്നിട്ടുള്ളത് അതിൽ തൃപ്തി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആളുകളിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറും. നമ്മൾ പലപ്പോഴും അല്ലെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ ഹാപ്പിയാണ്, അവർക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ ഇപ്പം നമുക്ക് ആ ചിന്തകളൊക്കെ മാറിയിട്ടുണ്ടാവും. എന്നാൽ പോലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതും ഇല്ലാണ്ടാവുമ്പോൾ യെസ് ഓർക്ക് എന്ത് സന്തോഷമാണ്, ഓരെന്ത് ഹാപ്പിയാണ് നമ്മൾ വിചാരിക്കാറുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് സമ്പത്ത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല, പല കാര്യങ്ങളും നമ്മൾക്ക് ഇല്ലാത്ത പലതും നമ്മൾ തേടി പോകുന്നതും അതിനു വേണ്ടിയിട്ട് എന്തും അതിനു വേണ്ടി പ്രവർത്തിക്കുന്നതും അതിനുവേണ്ടി ദ്വാ ചെയ്യുന്നതും ഈവൻ അതിനുവേണ്ടി ദ്വാ ചെയ്യാൻ ഏൽപ്പിക്കുന്നത് പോലും ഐഹികമായിട്ടുള്ള എന്തൊരു കാര്യത്തിന്, കാരണം അത് നമുക്ക് സന്തോഷം തരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ എല്ലാം ഉണ്ടായിട്ടും നമുക്ക് സന്തോഷം കിട്ടിയിട്ടില്ലെങ്കിലോ? അതുപോലെ ഒരു റിച്ച് ആയിട്ടുള്ള എല്ലാം ഉണ്ടെന്ന് നമ്മൾ തോന്നുന്ന ഒരാളുടെ വിഷമത്തിനെയും ആങ്സൈറ്റിനെയും ആകുലതകളെയും നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? കാരണം മനുഷ്യന്മാരെപ്പോഴും കൂടുതൽ കിട്ടണം, കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ, അതും കൂടെ ഉണ്ടെങ്കിൽ ഹാപ്പി ആയിരിക്കും, ഇതും കൂടെ ഉണ്ടെങ്കിൽ ഹാപ്പി ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. അതും കൂടെ ഉണ്ടെങ്കിൽ ഇതും കൂടെ ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ഞാൻ സ്വത്തുപരമായിട്ട് മാത്രമല്ല പറയുന്നത്, പല കാര്യങ്ങളും. ഒരുപക്ഷെ നമ്മള് മക്കളിൽ എന്തെങ്കിലും അവര് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നേ, ഞാൻ ആ പറയുന്ന ആ കാര്യം കേട്ടിരുന്നെങ്കിൽ ഹാപ്പി ആയിനെ എന്നൊക്കെ ചിന്തിക്കുന്നു. അതായത് നമ്മളെ ഹാപ്പിനെസ്സിനെ നമ്മൾ വീണ്ടും വീണ്ടും എന്തോ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അത് കഴിഞ്ഞാൽ ഹാപ്പിയാവും, ഇത് കഴിഞ്ഞാൽ ഹാപ്പിയാവും എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അറ്റ് ദ മൊമെന്റ് ഹാപ്പി അല്ലാത്ത ആൾക്കാർ. സുബ്ഹാനല്ലാഹ്. പക്ഷെ പരലോകത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ യെസ്, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് സ്വത്തുണ്ടെങ്കിൽ ഈ ഭൂമിയിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുമ്പോഴാണ് നമുക്ക് പരലോകത്തേക്ക് പ്രവർത്തിക്കാൻ പറ്റുക. അപ്പം നാച്ചുറലി അതൊക്കെ ആഗ്രഹിക്കുന്നതൊക്കെ ശരി തന്നെ. പക്ഷെ നമ്മൾ അതിന്റെ പിന്നാലെ നമ്മൾ ഓടുമ്പോൾ ഇത് കിട്ടിയാലേ ഞാൻ ഹാപ്പി ആയിട്ട് നമുക്ക് പരലോകത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ അതൊരു ലയബിലിറ്റി, ബാധ്യതയായിട്ട് മാറും. അങ്ങനെയുള്ള ചിന്ത, ആ ക്വാളിറ്റി വരുമ്പം നമ്മൾ ഈ ദുനിയാവിൽ ആ കാര്യം കൂടുതൽ സെറ്റ് ആവണം എന്നാ സന്തോഷം കിട്ടും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സന്തോഷം ഒരു കാലത്തും കിട്ടൂല. ആ സ്വത്താണെങ്കിലും ഇനി വേറെ നമ്മളെ ജീവിതത്തിൽ എന്തൊരു കണ്ടീഷൻ ആണെങ്കിലും, ഹെൽത്ത് ആണെങ്കിലും വീടാണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും അത് കിട്ടിയാലും ഞാൻ സന്തോഷമായിട്ട് ആഹ്റത്തേക്ക് നമ്മൾ പ്രവർത്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സന്തോഷം ഒരു കാലത്തും കിട്ടൂല. കാരണം നമ്മൾ പിന്നാലെ ഓടുന്നത് എന്തിന്റെയാണ്? അതെപ്പോഴും നമ്മളിൽ നിന്ന് അകന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന്റെ പിന്നാലെയാണ് നമ്മൾ ഓടുന്നത് അല്ലെ. നമുക്ക് പിടിക്കാൻ വേണ്ടി നമ്മൾ ഓടുന്തോറും അത് വീണ്ടും വീണ്ടും നമ്മളെ മുന്നിൽ കൂടെ സ്പീഡിൽ ഓടുന്ന ഒരു കാര്യത്തിന്റെ പിന്നാലെ ഓടുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ചിന്ത നമ്മളെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് എന്നേക്കുമായിട്ടുള്ള ദുരിതവും പ്രോമിസ് ചെയ്യും, എന്നേക്കുമായിട്ടുള്ള അസംതൃപ്തിയാണ് തരാ. സുബ്ഹാനല്ലാഹ്. അതൊരു സർക്കിളാണ്, ആ ഒരു ദുരിതത്തിന്റെ ഒരു സർക്കിളാണ്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള അസംതൃപ്തിയുടെ ഒരു സർക്കിളാണ്. കൂടുതൽ അത് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, ആ പ്രശ്നം സോൾവ് ആയി കഴിഞ്ഞാൽ തൃപ്തി ഉണ്ടാവുന്നതായിരിക്കും, അപ്പൊ പുതിയ പ്രശ്നം വരും. ഈ പ്രശ്നം സോൾവ് ആയ തൃപ്തി ഉണ്ടാവുന്നതായിരിക്കും, പുതിയ പ്രശ്നം വരും. അതുണ്ടാക്കി കഴിഞ്ഞാൽ തൃപ്തി ഉണ്ടാവുന്നതായിരിക്കും, പുതിയ എന്തെങ്കിലും നഷ്ടങ്ങൾ വരും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളുടെ അതൃപ്തി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ് അല്ലെ, ഈ ഒരു സർക്കിൾ, ഈ ഒരു ദുരിതത്തിന്റെ ഈ സർക്കിളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, എങ്ങനെയാണ് യഥാർത്ഥ സന്തോഷം, യഥാർത്ഥ സംതൃപ്തിയുടെ പാത നമുക്ക് കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഉള്ളതില് നമ്മൾ തൃപ്തി അടയുമ്പം അതിന് അള്ളാഹ്ക്ക് നന്ദി കാണിക്കുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ കുറെയൊക്കെ യെസ് ഉള്ളതിന് തൃപ്തി അടയുന്ന ആൾക്കാരും അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്ന ആൾക്കാരും ആണ്. എന്നാലും നമ്മളൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തന്നെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി. എന്തൊരു കാര്യമാണ് നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പം, സംസാരിക്കുമ്പം നമ്മളെ കൂടുതൽ നമ്മുടെ ഫിക്കറുകളിൽ വരുന്നത്, നമ്മളെ ഐഹികമായ ജീവിതത്തിനെ പറ്റിയിട്ട് ഇന്ന കാര്യം കൂടെ സെറ്റായാൽ ഇന്നത് പ്രശ്നമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ദ്വാ ചെയ്യുമ്പം ഇന്നത് വരണേ എനിക്ക് ഇന്നതിന് വേണ്ടി ദ്വാ ചെയ്യണേ നമ്മൾ പറയുന്നുണ്ടോ എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്താൽ മതി. അതായിരിക്കും നമ്മളുടെ മെയിൻ ഫിക്കർ, നമ്മളുടെ അതൃപ്തിയുടെ പോയിന്റ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ അത് ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കുറെ പൈസ ഉണ്ടാവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതുപോലെ സ്വത്ത് സമ്പാദ്യം ഒന്നും ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. നമ്മളുടെ ഹൃദയം ഈ ദുനിയാവിൽ ടൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. നമ്മൾ നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യുക, എന്തിനെ കുറിച്ചാണ് ഞാൻ കൂടുതൽ കൺസേൺഡ് ആയിട്ട് ഞാനിങ്ങനെ
ലൈക്ക് അതൊരു പരാതി മോഡല്, അത് ആൾക്കാരുടെ അടുത്താണെങ്കിലും അള്ളാന്റെ അടുത്താണെങ്കിലും എപ്പോഴും അതില്ല 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 അത് നന്നായിരുന്നെങ്കിൽ ശരിയായിരുന്നു, എന്റെ ലൈഫിൽ ഇന്ന പ്രശ്നമുണ്ട് ഇന്ന പ്രശ്നമുണ്ട് ഇന്ന പ്രശ്നമുണ്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ദ്വാ ചെയ്തുകൊണ്ടിരിക്കുകയും, ലൈക്ക് ദ്വാ ചെയ്തെന്നല്ല കേട്ടോ പറയുന്നത്, നമുക്ക് നമ്മുടെ ഓരോ പ്രശ്നങ്ങളും റബ്ബിന്റെ അടുത്ത് ദ്വാ ചെയ്യുകയും ഡിപ്പെൻഡ് ചെയ്യുകയും വേണം. പക്ഷെ അത് നമ്മളെ അൺഹാപ്പി ആക്കുന്ന ലെവലിൽ നമ്മൾ അത് മറ്റുള്ളവരുടെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാത്തിനും നന്ദി പറയും, ബാക്കി എല്ലാത്തിലും തൃപ്തി ഉണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിന്റെ അതൃപ്തിയായിരിക്കും നമ്മളെ ആ ഒരു സമാധാനക്കേടിന് സന്തോഷക്കുറവിന് കാരണം. സുബ്ഹാനല്ലാഹ്. അപ്പം അതെന്താണോ ആ കുറവ് എന്താണോ ആ പ്രശ്നം എന്താണോ അത് അള്ളാഹ് നമുക്ക് തന്നതാണ്, നമുക്ക് അതാണ് ഇപ്പൊ ബെസ്റ്റ്. അതിൽ നമ്മൾ തൃപ്തരാകുമ്പോൾ നമ്മുടെ ലൈഫ് ഹാപ്പി ആവും. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ അതിനെ എന്താ പറയാ, ആ ഒരു സ്ഥിരമായിട്ടുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ, സ്ഥിരമായിട്ടുള്ള അതൃപ്തിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ലോകത്തിലുള്ള ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഏറ്റവും ഹിന ഉള്ള ആളുകളെക്കാൾ ഹാപ്പി ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റും, അതെന്തെന്നാണെങ്കിലും അതില്ലെങ്കിലും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള തൃപ്തിയുള്ള ആളുകൾക്ക് ഇനി അവർക്ക് എത്ര കുറച്ചേ ഉള്ളെങ്കിലും നമ്മൾ കാണുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും അവര് ഹാപ്പി ആയിരിക്കും, അവർക്ക് അള്ളാഹ് നൽകിയതിൽ അവര് ഹാപ്പി ആയിരിക്കും. കാരണം ഇത് അൽ ഹക്കീമായിട്ടുള്ള റബ്ബിന്റെ അലോട്ട്മെന്റ് ആണ് എനിക്ക്, അല്ലെ? സുബ്ഹാനല്ലാഹ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഇന്ന കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അൽ ഹക്കീമായിട്ടുള്ള റബ്ബിന്റെ തീരുമാനമാണ്. എന്റെ ജീവിതത്തിൽ ഇന്ന ഒരു പുതിയ പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് അൽ ഹക്കീമായിട്ടുള്ള റബ്ബിന്റെ തീരുമാനമാണ്, അല്ലെ? അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കാനില്ല. ഞാൻ പറഞ്ഞു, അത് സ്വത്ത് മാത്രമല്ല, ജീവിതത്തിൽ എന്താണെങ്കിലും, എന്ത് കതറാണെങ്കിലും, എന്ത് സംഭവമാണെങ്കിലും, ഇനി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയാൽ പോലും, നമ്മൾ ആരോഗ്യത്തിനൊരു പ്രശ്നം ഉണ്ടായാൽ പോലും, നമ്മൾ വലിയൊരു എമൗണ്ട് സമ്പത്ത് നമുക്ക് നഷ്ടപ്പെട്ടാൽ പോലും, നമുക്ക് കിട്ടാനുള്ള വലിയൊരു എമൗണ്ട് സമ്പത്ത് നമുക്ക് കിട്ടുന്നില്ല, ആരെങ്കിലും അത് പിടിച്ചു വെച്ചാൽ പോലും, സുബ്ഹാനല്ലാഹ്, ഇത് അൽ ഹക്കീമായ റബ്ബിന്റെ തീരുമാനമാണ്. അതിനേക്കാൾ നല്ലതായിട്ട് എന്റെ ജീവിതത്തിൽ ഇപ്പം ഒന്നും നടക്കാനില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അങ്ങേയറ്റം തൃപ്തരായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ, അല്ലെ, അങ്ങനെയുള്ള തൃപ്തി കണ്ടെത്തുന്ന ആളുകൾ അവരുടെ ഇച്ഛകളും അവരുടെ ഫോക്കസും ഒക്കെ എന്താകും, പരലോകത്തേക്ക് തിരിക്കും. ഒരുപാട് നമ്മളുടെ കാഴ്ചയിൽ ചിലപ്പോൾ അവർക്ക് ഒരുപാട് ഇല്ലായ്മകൾ ഉണ്ടാവും, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല, അല്ലാഹു. പക്ഷെ അവര് തൃപ്തരായതുകൊണ്ട് തന്നെ അവരുടെ ഇച്ഛകളൊക്കെ അവരെവിടേക്ക്, പരലോകത്തേക്ക് ഫോക്കസ് ചെയ്യും. കാരണം അവർക്കറിയാം, ഇപ്പൊ ഈ ദുനിയാവിൽ വെച്ച് ഇനിയിപ്പോ എന്തെന്നെ കിട്ടിക്കഴിഞ്ഞാലും, ഈ പറഞ്ഞ എന്തെന്നെ ആയിക്കോട്ടെ, അത് ആരോഗ്യമായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, നല്ല കുട്ടികളായിക്കോട്ടെ, കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, നല്ല ഇണകളായിക്കോട്ടെ, വീടായിക്കോട്ടെ, അതെല്ലാം എന്താണ്, ക്ഷണികമാണ്, അല്ലെ? അതിന്ന് വന്ന് നാളെ ഇന്ന് അടുത്ത നിമിഷം ഞാൻ മരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ അതൊക്കെ ഉള്ളൂ, അല്ലെ? അപ്പം ഏറ്റവും ബെറ്റർ എന്താണ്, പരലോകത്തെ ഒരു വീടിന് വേണ്ടിയിട്ട് അധ്വാനിക്കുക. സുബ്ഹാനല്ലാഹ്. അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണെന്ന് ആ ഒരു അങ്ങനെ, അതായത് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇപ്പോഴെന്താണോ സംഭവിക്കുന്നത് അതിൽ തൃപ്തരായിട്ടുള്ളത്, അതിനു വേണ്ടിയിട്ട് ശരിയായ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ തുടങ്ങണം. അള്ളാഹ് നൽകിയതിൽ കണ്ടന്റഡ് ആയിട്ടുള്ള തൃപ്തരായിട്ടുള്ള ആൾക്കാർ, ഈ പറഞ്ഞ അത്യാഗ്രഹം എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അത് പൈസയായിട്ടാണ് കണക്ട് ചെയ്യുക. അത് മാത്രമല്ല, എല്ലാം നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം, നമ്മളെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും, സുബ്ഹാനല്ലാഹ്, അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കെ അവരെന്തായിരിക്കും, ദുനിയാവിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരായിരിക്കും. ഈവൻ നമ്മുടെ ലൈഫിലെ ചില പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യേണ്ടതായിരിക്കും, പക്ഷെ അത് സോൾവ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എടുക്കുക, റബ്ബിൽ ഏൽപ്പിക്കുക എന്നുള്ളതിനപ്പുറം അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാവില്ല. പകരം ആ സമയം അത്രയും അവര് പരലോകത്തേക്ക് ഫോക്കസ് ചെയ്ത് എന്ത് ആഖിറത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അത്യാഗ്രഹമില്ലാണ്ട്, അല്ലെ, ഈ ദുനിയാവില് വളരെ കാമായിട്ട്, വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട്, ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യന് പോലും ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. സുബ്ഹാനല്ലാഹ്. പക്ഷെ എത്ര റിച്ച് ആണെങ്കിലും ഒരാൾ അയാളുടെ ഇച്ഛകൾക്ക് വഴങ്ങുന്ന, അല്ലെങ്കിൽ അയാളുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അയാൾ പുറത്തുനിന്നും ഭയങ്കര റിച്ചാന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാലും അയാളുടെ ഉള്ളിൽ വളരെ അപമാനകരമായിട്ട്, വളരെ ആകുലതകളോട് കൂടി ജീവിക്കുന്ന ഒരാളായിരിക്കും. എന്നാലും എനിക്ക് അതില്ലല്ലോ, എൻ്റെ അത് നഷ്ടമായല്ലോ, ഇത് നഷ്ടമായല്ലോ, എനിക്ക് ആ പ്രശ്നം ഉണ്ടല്ലോ, ഈ പ്രശ്നം സോൾവ് ആവുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ബേജാറായിട്ട് ഒരു സന്തോഷവും ഇല്ലാണ്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ മറ്റേത്, അള്ളാഹു എനിക്ക് ഇപ്പോ തന്നത് എന്താണോ അതാണ് ബെസ്റ്റ് എന്ന് മനസ്സിലാക്കിയ ആൾക്കാർ
ആ ഒരു മൊമെന്റ് മതി അവർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാനും, യെസ് ഞാൻ വർക്ക് ചെയ്യേണ്ടത് പരലോകത്തേക്കാന്ന് മനസ്സിലാക്കാനും അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കാനും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അള്ളാഹ് തരുന്ന എല്ലാ കാര്യത്തിലും തൃപ്തി അടയുന്ന ആളുകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തും. ഇനി അടുത്ത 2 പോയിന്റ്സ്. നിങ്ങളുടെ അയൽവാസികളുടെ അടുത്ത് ഏറ്റവും നല്ലതായിട്ട് അല്ലെ കാരുണ്യത്തോടു കൂടി പ്രവർത്തിക്കുക, നിങ്ങൾ മുഅ്മിനാവും. മുസ്ലിമ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, അത് നിങ്ങളുടെ നഫ്സുകൾക്ക് എന്താണോ ഇഷ്ടം അത് ആളുകൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഇഷ്ടപ്പെടുക, എന്നാൽ നിങ്ങൾ മുസ്ലിം ആവും. ഈ 2 കാര്യങ്ങളെ കുറിച്ചുള്ള വിശദീകരണം നോക്കാം. നമുക്കറിയാം, നമുക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഇസ്ലാമിന്റെ തന്നെ ഒരു ഫീച്ചറാണ്. തൻവീർ ഷർഹൽ ജാമിയ സഗീർ എന്ന ഗ്രന്ഥത്തിൽ സൻആനി എന്ന് പറയുന്ന പണ്ഡിതൻ ഇപ്രകാരം വിശദീകരിക്കുന്നുണ്ട്. ഈ ആളുകൾ എന്ന് പറയുന്നത് അത് മുസ്ലിം ആവാം, അല്ലെങ്കിൽ മൊത്തത്തിൽ ഹ്യൂമാനിറ്റി എല്ലാ മനുഷ്യന്മാരെ കാര്യവും ആവാം, മുസ്ലിങ്ങളിൽ നിന്ന് മാത്രമല്ല. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെടുന്നത് മൊത്തം ഹ്യൂമാനിറ്റിക്ക് എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടിയിട്ടും ആവാം എന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്ക് വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ ലോകത്തിന് മുഴുവനും ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ മുസ്ലിം ആവുന്നത്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിക്കുക, ഒരു മുസ്ലിമിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? ശരിയായ ഒരു മുസ്ലിമിന് ഹിദായത്ത് അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഹിദായത്ത് ലോകത്തെല്ലാവർക്കും വേണമെന്ന് ആഗ്രഹിക്കുക. അള്ളാഹുവിന്റെ നിഅമത്തുകൾ അല്ലെ, അള്ളാഹ് എനിക്ക് തന്ന ആ നിഅമത്തുകൾ, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ലോകത്തെല്ലാവർക്കും വേണമെന്ന് ആഗ്രഹിക്കുക. ഏറ്റവും വലിയ നിഅമത്ത് എന്നാണ് സ്വർഗത്തിലാവാന്നുള്ളത്. അത് ലോകത്തെല്ലാവർക്കും വേണമെന്ന് ആഗ്രഹിക്കുക. അതാണ് ഒരാളെ മുസ്ലിം ആക്കുന്നത്. അപ്പം ഒരു വെറുപ്പും ഉണ്ടാവില്ല അല്ലെ, ഒരു ഫീലിങ്ങും അല്ലെ, ഒരു നെഗറ്റീവ് ഫീലിങ്ങും വേറൊരാളെ കുറിച്ച്, അതൊരു മുസ്ലിം ആയിക്കോട്ടെ അമുസ്ലിം ആയിക്കോട്ടെ ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഹൃദയങ്ങൾ നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. അപ്പം അങ്ങനെയുള്ള മുസ്ലിമിന്റെ ഹൃദയം എന്തായിരിക്കും? വളരെ ശാന്തമായിരിക്കും. കാരണം മറ്റുള്ളവർക്ക് അങ്ങനെ ദോഷം വരണം, മറ്റുള്ളവർ ഇടങ്ങേറാവണം, അവർക്ക് വേദന വരണം, അവർക്ക് പ്രശ്നങ്ങൾ വരണം, ഒന്നും ഈ ഹൃദയം ചിന്തിക്കൂല. സുബ്ഹാനല്ലാഹ് അല്ലെ? മറ്റുള്ളവരോടുള്ള വെറുപ്പ് കൊണ്ട്, വിദ്വേഷം കൊണ്ട്, അസൂയ കൊണ്ട്, പക കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും മോശം കാര്യം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യൂല. അതൊക്കെ നമ്മളെ കുറെ സമയം കൊല്ലുന്ന, നമ്മളെ കുറെ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടുത്തുന്ന, നമ്മളെ കുറെ സമാധാനം കെടുത്തുന്ന കാര്യങ്ങളാണ് അല്ലെ. നമുക്ക് ആഖിറത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് തടയുന്ന, ഈവൻ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ കലാം കേൾക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പോലും പറ്റാത്ത കുറെ കാരണങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ദോഷം, അത് ഒരുപാട് ആളുകൾക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കണമെന്നില്ല. നമ്മുടെയൊക്കെ മനസ്സിലും ഹൃദയത്തിലും ഏതെങ്കിലും 1 2 ഉണ്ടായാൽ മതി. അള്ളാഹിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ അത് മതി നമുക്കും അള്ളാഹ്ക്കും ഇടയിൽ ഒരു മറയാവാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം എല്ലാവർക്കും നമുക്ക് വേണ്ടിയത് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഹിദായത്ത് റഹ്മത്ത് അല്ലെ, അള്ളാഹു സെലക്ട് ചെയ്യാൻ എല്ലാവരെയും സ്വർഗത്തിലാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഫീലിങ്സ് ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറും. എല്ലാവർക്കും നല്ലതിന് വേണ്ടി നമ്മൾ ചിന്തിച്ചു തുടങ്ങും. അത് നമ്മളെ ഹൃദയത്തിനെ ക്യൂർ ചെയ്യും, ഹൃദയത്തിന്റെ രോഗങ്ങളിൽ നിന്ന് ഹൃദയത്തിനെ രക്ഷപ്പെടുത്തും, അതിന്റെ പെയിനുകളിൽ നിന്ന് രക്ഷപ്പെടുത്തും. അങ്ങനെ ഹൃദയത്തിന് തഴച്ചു വളരാനുള്ള സ്ഥലം ഉണ്ടാവുകയാണ് അവിടെ അല്ലെ. മണ്ണ് നന്നാവാണ്, വളമുള്ള മണ്ണായി മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ മറ്റുള്ളവർക്ക് മോശം വരാൻ വേണ്ടിയിട്ട്, എന്നാൽ ഓക്ക് മാത്രം എന്താ അങ്ങനെ അല്ലെ, വെറുപ്പും വിദ്വേഷവും അസൂയയും വെച്ചുകൊണ്ടിരിക്കുന്ന ആള് സുബ്ഹാനല്ലാഹ്, അവർ ഉദ്ദേശിക്കുന്ന ആ മോശം വന്നാലേ തൃപ്തിയാവുള്ളൂ അല്ലെ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. എന്നാലും ഓരോ ജീവിതത്തിൽ എന്താ നടക്കുന്നത്, ഇവരുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. കാരണം ആ ഒരു ആൻസർ കിട്ടിയില്ലെങ്കിൽ തൃപ്തി ഉണ്ടാവില്ല. ഓരോരുത്തരുടെ ജീവിതത്തിലും എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. എന്നിട്ട് ദോഷം നടന്നു എന്ന് കാണുമ്പോൾ ഒരു സുഖമായിരിക്കും. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അത്തരത്തിലുള്ള സെന്റിമെന്റ്സിലൊക്കെ ട്രാപ്ഡ് ആയി പോയി കഴിഞ്ഞാൽ അവർ പോലും അറിയാതെ അവരുടെ ഹൃദയങ്ങൾ കവേർഡ് ആയി പോകും. ഇനി അവരുദ്ദേശിക്കുന്ന മോശം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വിഷമായി മാറും. അപ്പൊ കൂടുതൽ നിരാശയായി മാറും അല്ലെ. ഇനി അതോ അവരുദ്ദേശിക്കുന്ന മോശം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വന്നാലും ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും വരാനില്ല അല്ലെ, അവർക്ക് പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ഗുണം കിട്ടാനില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഓരോരുത്തർക്ക് വേണ്ടിയും ദ ബെസ്റ്റ് ആഗ്രഹിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിനെ ക്ലീൻ ആക്കുക ചെയ്യാം, നമ്മളുടെ ഉള്ളിലുള്ള വിദ്വേഷത്തിനെ കളയുക ചെയ്യുക അല്ലെ, നമ്മൾ കൂടുതൽ ബെറ്റർ ആവുക ചെയ്യാം. ആ ഒരു സ്പൈറ്റ്ഫുൾനെസ്, എല്ലാവരിലും കുറ്റം കണ്ടുപിടിക്കുകയും എല്ലാവരിലും ദോഷവും എല്ലാവർക്കും മോശമായിരുന്നു എന്നുള്ള ചിന്ത ഒരിക്കലും നമ്മളെ ഹൃദയത്തിനെ വളർത്തൂല, നമ്മളെ ഹൃദയത്തിനെ ക്ലീൻ ആക്കൂല, നമ്മളെ ഹൃദയത്തിനെ ബെസ്റ്റ് ആക്കൂല. നമ്മളെ ഹൃദയത്തിനെ ബെസ്റ്റ് ആക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ബെസ്റ്റ് ആബിദാവാൻ പറ്റില്ല. കാരണം അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നാൽ മാത്രമേ
നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ചെയ്യുന്ന ഇബാദത്ത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം എല്ലാവർക്കും ബെസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക എന്ന് പറയുന്നതാണ് ദ സ്റ്റാർട്ട്, ദ ബിഗിനിങ്, തുടക്കം അവിടെയാണ്. ഇനി അവിടേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും തുടങ്ങാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടാണത്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ ഒരു ആഗ്രഹം കഴിഞ്ഞിട്ട്, ആഗ്രഹിക്കുമ്പോൾ നാച്ചുറലി നമ്മൾ അത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരണം അല്ലെ. സിൻസിയർ ആയിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ അത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരണം അല്ലെ. ഓരോരുത്തർക്കും നന്മ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ നന്മ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളത് ചിന്തിക്കും. അവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് ഓരോരുത്തർക്കും വേറെ വേറെ ലെവലിലായിരിക്കും അത് ചെയ്യാൻ പറ്റുക അല്ലെ. നല്ല ചിന്തകൾ കൊടുത്തിട്ടായിരിക്കും, മോട്ടിവേഷൻ കൊടുത്തിട്ടായിരിക്കും, ശാരീരികമായ സഹായം ചെയ്തിട്ടായിരിക്കും, സാമ്പത്തികമായ സഹായം ചെയ്തിട്ടായിരിക്കും, അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടായിരിക്കും. അപ്പൊ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഈമാന്റെ ലാഡർ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളിലുള്ള കാരുണ്യമാണ് ആ ഒരു ആഗ്രഹത്തിന്റെ, മറ്റുള്ളവരുടെ നന്മയുടെ ആഗ്രഹത്തിന്റെ റിയലൈസേഷൻ അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് പറയുന്നത്. അതൊരു ഒരു സ്റ്റെപ്പാണ്. നമ്മൾ പറഞ്ഞു സ്റ്റാർട്ടിങ് എന്താണ്? ആഗ്രഹിക്കലാണ്. എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കൽ അല്ലെ. ആ കാരുണ്യം നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കലാണ് അതിന്റെ അടുത്ത സ്റ്റെപ്പ്. ആ ആഗ്രഹത്തിനെ നമ്മൾ റിയലൈസ് ചെയ്യണം, നമ്മൾ പ്രവർത്തിക്കുകയാണ് അതിന് റിയാലിറ്റി ആക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അത്തരത്തിലുള്ള നമ്മളുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് ആരാണ്? നമ്മളുടെ അടുത്ത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. എപ്പോഴും നമ്മളുടെ അടുത്ത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ അയൽവാസികൾ അല്ലെ. അത് കഴിയുമ്പോഴേ ബാക്കിയുള്ളവരും വരുന്നുള്ളൂ. നമ്മളെ വീട്ടിനകത്തുള്ളവർ കഴിഞ്ഞാൽ പിന്നെ അയൽവാസികളാണ്. അപ്പം ആ ഒരു മൂവ് സുബ്ഹാനല്ലാഹ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ആഗ്രഹത്തിൽ നിന്ന് ആക്ഷനിലേക്ക് നമ്മൾ മാറുമ്പോൾ അതേപോലെ നമ്മളെ ഇൽമിൽ നിന്ന് അമലിലേക്ക് മാറുന്നതാണ് അല്ലെ. നമ്മൾ ഈ ഒരു ഹദീസിന്റെ തുടക്കത്തിൽ പറഞ്ഞു വെച്ച കാര്യം, നമ്മളെ ഇൽമുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മളും ചേഞ്ച് ചെയ്യാനും നമ്മുടെ ചുറ്റുപാടുമുള്ള വേൾഡും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ ആ ഇൽമൊക്കെ കിട്ടി കൊള്ളാം നന്നായിട്ടുണ്ട് നല്ല ഇൽമാണെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ പാസീവായിട്ട് കേട്ടിരിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ പഠിച്ച് 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 ബ്രെയിനിന് കനം കൂട്ടാനുള്ളതല്ല. സുബ്ഹാനല്ലാഹ്. ഇനി അവസാനത്തെ പോയിന്റ്, ഹൃദയവും ചിരികളും തമാശകളും. വലാ തുക്സിരി ളോഹിക ഫഇന്ന കസ്റത ളോഹികി തുമീതുൽ ഖൽബ്. എന്താണ്? ചിരി അധികരിപ്പിക്കരുത്, തമാശകൾ അധികരിപ്പിക്കരുത് അല്ലെ. ചിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ ഒരു നാച്ചുറൽ റിയാക്ഷൻ ആണ്. അതായത് ഒരു രസമുള്ള, ഇഷ്ടപ്പെടുന്ന, സന്തോഷം തരുന്ന കാര്യം വരുമ്പോൾ അല്ലെ, പുഞ്ചിരിയിൽ തുടങ്ങി പൊട്ടിച്ചിരി വരെ, അത് മനുഷ്യന്റെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. ആക്ച്വലി ഈ ഹദീസ് അങ്ങനെ ചിരിക്കരുത് എന്നല്ല പറയുന്നത്, പക്ഷെ അത് അധികമാകുന്നത്, എക്സസീവ് ആവുന്നതിനെയാണ് ഇവിടെ പറയുന്നത് അല്ലെ. എക്സസീവ് ആയിട്ട് പോകുന്നത് ചിരികളും അല്ലെ, സന്തോഷങ്ങൾ തേടി ഒരു സന്തോഷത്തിൽ നിന്ന് വേറൊരു സന്തോഷത്തിലേക്ക് തേടി തേടി, ഒരു തമാശയിൽ നിന്ന് വേറൊരു തമാശയിലേക്ക്, ഒരു ഫൺ മൊമെന്റിൽ നിന്ന് വേറൊരു ഫൺ മൊമെന്റ് തേടി തേടി പോകുന്നത് ഗഫ്ലയുടെ അല്ലെ, ഹീഡ്ലെസ്നെസിന്റെ, അതായത് അശ്രദ്ധയുടെ ലക്ഷണമാണ്. ഓക്കെ. ഈ ദുനിയാവില് കൺസ്യൂംഡ് ആണ്, അല്ലെങ്കിൽ ദുനിയാവും അതിന്റെ പളപളപ്പും അതിന്റെ സന്തോഷങ്ങളിലും കൺസ്യൂംഡ് ആണ് നമ്മുടെ ഹൃദയം എന്നുള്ളതിന്റെ തെളിവാണ്. അങ്ങനെ ഒരു സന്തോഷത്തിൽ നിന്ന് വേറൊരു സന്തോഷത്തിലേക്ക് അതിൽ മാത്രം ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു ഇല്ല, അല്ലെങ്കിൽ ഹൃദയവും അള്ളാഹുമായിട്ട് അറ്റാച്ച്ഡ് അല്ല, ഹൃദയവും പരലോകവുമായിട്ട് അറ്റാച്ച്ഡ് അല്ല എന്നുള്ളതിന്റെ തെളിവാണ്. കാരണം ആ ഹൃദയത്തിന് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ യാതൊരു ആഗ്രഹവും ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആഗ്രഹമുണ്ട്, അതിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്താത്തത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു ഹൃദയത്തിന്റെ ഇത്തരത്തിലുള്ള ഫ്രീക്വന്റ് ആയിട്ടുള്ള ചിരികൾ, ഫ്രീക്വന്റ് ആയിട്ടുള്ള തമാശകൾ, ഫ്രീക്വന്റ് ആയിട്ടുള്ള ഫണ്ണിന് വേണ്ടിയിട്ട്, ആ ഒരു ഹൃദയത്തിന് ഒരു ഫലം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തേടലുകൾ, അതിന്റെ ബാലിശതയാണ് കാണിക്കുന്നത്. എത്ര ബാലിശമാണ് ആ ഹൃദയം എന്നുള്ളതും, അള്ളാഹുവിൽ നിന്നുള്ള ആ ഹൃദയത്തിന്റെ ഡിസ്റ്റൻസ് എത്രമാത്രമാണെന്നുള്ളതും. ഈ എക്സസീവ് ലാഫ്റ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ഒരു കാര്യമാണ് എക്സസീവ് ആയിട്ടുള്ള സോഷ്യലൈസേഷൻ. ഓക്കെ. എപ്പോഴും ഇങ്ങനെ ആളുകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക, ആൾക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കാനുള്ള ആ ഒരു ത്വര, അതും ഒരു തരത്തിൽ നമ്മളെ ഹൃദയത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ തേടുന്ന ഒരു കാര്യമാണ്. കാരണം ആളുകളിൽ നിന്ന് നമുക്ക് അതും നമ്മളെപ്പോഴും എങ്ങനെയുള്ള ആളുകളെ തേടുക? നമ്മളെ സന്തോഷിപ്പിക്കുന്ന ആൾക്കാരെ നമ്മൾ തേടുക അല്ലെ. നമുക്ക് ഇടങ്ങേറുണ്ടാക്കുന്ന ആൾക്കാരെ തേടി നമ്മൾ പോകില്ല. നമുക്ക് നല്ല സന്തോഷം തരുന്ന സംസാരമുള്ള, നമ്മളെ തിരി പൊക്കിയടിക്കുന്ന അല്ലെ, നമ്മൾക്ക് കുറച്ച് നമ്മൾ അടിപൊളിയാണെന്ന് നമ്മൾ അംഗീകരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് കൂടുതൽ കൂടുതൽ സംസാരിക്കുക. ഒന്ന് കഴിഞ്ഞ് വേറൊന്ന് സംസാരങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതെന്താണ്? നമ്മുടെ ഹൃദയം അത്ര സീരിയസ് ആയിട്ടില്ല, അള്ളാഹുലേക്ക് അടുത്തിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. കാരണം നമുക്ക് ആ ഒരു
സന്തോഷം, ഐഹികമായിട്ടുള്ള ആ ഒരു മൊമെന്ററി സന്തോഷം, തൃപ്തി വേണം എന്നുള്ളത്. ഇവിടുത്തെ വിഷയം ചിരിയും തമാശയാണെങ്കിലും ഈ എക്സസീവ് സോഷ്യലൈസേഷനും ഇതിന്റെ ഒരു ഭാഗം. എക്സസീവ് ആവശ്യത്തിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതും ഒക്കെ അധികമായിട്ട് നമ്മൾ അതിലേക്ക് പോകുന്ന ഒന്ന് കഴിഞ്ഞ് ഒന്നിലേക്ക് തേടി പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഭയങ്കര സില്ലി, അല്ലെങ്കിൽ എന്താ പറയാ, വളരെ ബാലിശതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഹൃദയത്തിന് കോൺസെൻട്രേഷൻ ഇല്ല. ഓക്കെ, ഒരു സീരിയോസിറ്റി, അതായത് അള്ളാഹിനെ കുറിച്ച് അധിക നേരം തിങ്ക് ചെയ്യാനുള്ള കോൺസെൻട്രേഷൻ ഇല്ലാണ്ടാവുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ പോകുന്നത്. നമുക്ക് ശരിക്കും ഉണ്ടല്ലോ, നമ്മളൊരു ഖുർആനൊക്കെ എടുത്തു വെച്ചിട്ട്, ഖുർആനിലെ ഏതൊരു ഭാഗം ആയിക്കോട്ടെ, നമ്മൾ പഠിച്ച ഭാഗം എന്നല്ല പറയും, പഠിക്കാത്തൊരു ഭാഗമാണെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന ഒരു ട്രാൻസ്ലേഷൻ എടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആ ഒരു കണക്ഷൻ ഉണ്ടെങ്കിലല്ലോ നമുക്ക് അത് നിർത്തി പോരാൻ തോന്നില്ല. നിങ്ങൾ ലൈലത്തുൽ ഖദറിന്റെ ഓഡിയോസ് കേട്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഫസ്റ്റ് ഓഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹം കുറച്ചു നേരം കൂടെ പറ്റിയിരുന്നത്, പക്ഷെ നമ്മളുടെ പല ഉത്തരവാദിത്തങ്ങളും നമ്മളെ കമ്മിറ്റ്മെന്റ്സ് കാരണമാണ് നമ്മൾ എണീറ്റ് പോരുന്നത് അല്ലെ. അപ്പം അങ്ങനെ നമുക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടും ഖുർആനുമായിട്ട് കണക്ട് ചെയ്യാനും അള്ളാഹുവിന് കണക്ട് ചെയ്യാനും ഒക്കെ നമുക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടും നമ്മളെ ഹൃദയം ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാനും അതിൽ നിന്നുള്ള സന്തോഷം കിട്ടാനും തേടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സീരിയസ്നെസ്സിലേക്ക് എത്തിയിട്ടില്ല. പരലോകത്തെ കുറിച്ചുള്ള യഥാർത്ഥ സീരിയസ്നെസ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ തെളിവാണ്. അപ്പൊ നമ്മൾ ഒന്ന് കഴിഞ്ഞ് അതായത് തമാശകളിലേക്കും കോമിക്കിലേക്കും പോകുന്നത് വേറൊരു ലെവൽ. ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ ലെവലിൽ നിന്നുകൊണ്ട്, കാരണം നമ്മളൊന്നും ഒരുപക്ഷെ എക്സസീവ് ലാഫ്റ്ററിൽ ഭയങ്കരമായിട്ട് ചിരികളും തമാശകളും തേടുന്ന ആൾക്കാരായിരിക്കില്ല. നമ്മളൊക്കെ ഒരുപക്ഷെ പെട്ടുപോകുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇവിടെ ഞാൻ കണക്ട് ചെയ്ത് പറയുന്നതുള്ളൂ, എക്സസീവ് സോഷ്യലൈസേഷൻ. ഈവൻ ആ സോഷ്യലൈസേഷൻ പോലും നമ്മൾ കുറച്ചു കാലം മുമ്പേ വരെയൊക്കെ മറ്റ് സോഷ്യലൈസേഷൻസിലേക്ക്, അതായത് കുടുംബത്തിലാണെങ്കിലും ഫ്രണ്ട്സിലാണെങ്കിലും കുറച്ച് ഹറാമുകളൊക്കെ കലരുന്ന സോഷ്യലൈസേഷനിൽ സന്തോഷം കണ്ടെത്തിയിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ഇസ്ലാമിക് സർക്കിളിലെ സോഷ്യലൈസേഷനിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്. അവിടെ പോലും നമ്മൾ എന്താണ്, ഈ പറഞ്ഞ പോലെ നമുക്ക് അള്ളാഹുലും ഖുർആനിലും അധികം ഒറ്റയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മളൊരു തൃപ്തിക്ക് വേണ്ടിയിട്ട് അതിങ്ങനെ ഒന്ന് കഴിഞ്ഞ് വേറൊരാളോട് സംസാരിച്ച് അവിടെ നിന്ന് കിട്ടുന്ന തൃപ്തി, ഇവിടെ നിന്ന് കിട്ടുന്ന തൃപ്തിക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഇപ്പോഴും ആ ഒരു ബാലിശതയിലാണ്. അത് നമുക്ക് ഒരുപാടൊന്നും അള്ളാഹുവിന്റെ കലാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അള്ളാഹ് നമ്മളെ അടുത്ത് പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാനും പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനിയും ആ കാര്യത്തിൽ ഇംപ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, ആയിക്കോളും. അള്ളാഹിന്റെ അടുത്ത് ദുആ ചെയ്യുക, നമ്മൾ അതിനു വേണ്ടി നമ്മളിലേക്ക് അറിവുകൾ എടുത്തുമ്പോൾ സ്റ്റെപ്പുകൾ എടുക്കുക, നമ്മൾ അതിലേക്ക് എത്തിക്കോളും ഇൻഷാ അല്ലാഹ്. അപ്പം ഈ പറഞ്ഞ ഹാർട്ട്, അതായത് അള്ളാഹുവിനെ കുറിച്ച് അധികം ചിന്തിക്കാൻ പറ്റാത്ത, കോൺസെൻട്രേഷൻ കിട്ടാത്ത, ഒരു തമാശ കഴിഞ്ഞ് വേറൊരു തമാശയിലേക്ക്, ഒരു ഫൺ കഴിഞ്ഞ് വേറൊരു ഫൺ ഇവന്റിലേക്ക് തേടുന്ന ആളുകളെ ഖുർആൻ ബിൽഡ് ചെയ്യുന്ന ക്വാളിറ്റിയുള്ള ആളുകളുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, ഈ പറഞ്ഞ ആദ്യത്താണ്. രണ്ടാമത്തെ ഖുർആൻ ക്യാരക്ടറുള്ള, ഖുർആനുമായിട്ട് അല്ലെങ്കിൽ ഖുർആൻ കാരണം ക്യാരക്ടർ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരാളുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഖുർആന്റെ ആളുകളുടെ ഹൃദയം എന്തായിരിക്കും? വളരെ കാമായിരിക്കും, സീരിയസ് ആയിരിക്കും. ഓക്കെ, അതേ തമാശയും പറഞ്ഞ് അതും ഒക്കെ പറഞ്ഞ് സമയം കളയാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. അവർ ഫോക്കസ്ഡ് ആയിരിക്കും. അങ്ങനെ ആവണം, നമുക്കൊക്കെ അങ്ങനെ ആവണം. അള്ളാഹു എത്തിക്കട്ടെ, ആമീൻ. അപ്പം ഒരു വെയിനായിട്ടുള്ള, ഒരു പ്രയോജനമില്ലാത്ത സംസാരങ്ങൾ, അതുവഴി സമയം കളയുന്നതിലേക്ക് കാര്യത്തിലെ കുറിച്ചൊക്കെ അവർ അലേർട്ടായിരിക്കും, ഖുർആൻ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന ആളുകൾ. ഓക്കെ, ഈ ഞാൻ പറയുന്ന ഓരോ കാര്യവും ഗുണം ഉണ്ടാകുന്നുണ്ടോ, ഇഹത്തിലേക്കും പരത്തിലേക്കും ഏതെങ്കിലും ഒരു കാര്യത്തിനേക്കെങ്കിലും ഗുണമുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് ഒരുപാട് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള സോഷ്യലൈസേഷൻ, അത് ഏത് രീതിയിലാണെങ്കിലും അത് ഒരു പരിധിക്ക് അപ്പുറത്ത് പോകുമ്പോൾ കെയർഫുൾ ആവാൻ ശ്രമിക്കും. സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ അങ്ങനെ മാറണം. കാരണം നമ്മളൊക്കെ ഇതിനകത്ത് ഈ ഒരു സൈക്കിളിൽ പെട്ടുപോയ ആൾക്കാരാണ്. റെക്കോർഡിംഗ് എന്തായാലും ഇടും കേട്ടോ, ഇൻഷാ അല്ലാഹ്. ആരോ പറയുന്നുണ്ട് റെക്കോർഡിങ്ങിന്റെ കാര്യം. നമ്മൾ ഇതിനൊക്കെ വിട്ടുപോയത്, അത് ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ കുടുംബത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിളിലായിരിക്കാം, ഈവൻ ഇസ്ലാമിക് സോഷ്യൽ സർക്കിൾസിലായിരിക്കാം. ഒരു പരിധിയിൽ കൂടുതൽ അല്ലേ, കാരണം നമ്മൾ ഈവൻ നമ്മളുടെ എല്ലാ ഇസ്ലാമിക് സ്റ്റഡീസ് നടക്കുന്ന സർക്കിൾസ് പോലും ഈ സോഷ്യൽ മീഡിയ ത്രൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഫോൺ എടുത്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പെട്ട് വേറെ സംസാരങ്ങളിലായി പോയി നമ്മളെ കൺട്രോൾ കിട്ടാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആഗ്രഹമുണ്ട് ഖുർആനിൽ സീരിയസ് ആവണം, അള്ളാഹുവിനോട് കൂടുതൽ കണക്ട് ചെയ്യണം, അല്ലെ, കറക്റ്റ് ആയിട്ട് ഇപ്പം നിസ്കാരങ്ങളൊക്കെ നമ്മൾ ഖുശൂവോടുകൂടി ചെയ്യണം, ഖുർആനെ ശരിക്കും ആ ഒരു ഹൃദയത്തിൽ ടച്ച് ചെയ്തിട്ട് കേൾക്കണം, ഓതണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ പോലും അറിയാണ്ട് ഇബ്ലീസ് ആയിരിക്കാം, അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ നെഫ്സിന്റെ ഇച്ഛയായിരിക്കാം, നമ്മൾ ഇതിനകത്തേക്ക് വീണ്ടും 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 സോഷ്യലൈസേഷനിലേക്ക് നമ്മൾ പെട്ടുപോകുന്നുണ്ട്. അപ്പൊ ഖുർആൻ ക്യാരക്ടർ ബിൽഡ് ചെയ്യുമ്പോൾ ആ ഒരു ഹൃദയം എന്തായിരിക്കും? കാമായിരിക്കും, സീരിയസ് ആയിരിക്കും,
ഫോക്കസ്ഡ് ആയിരിക്കും. നമുക്ക് ആ ഫോക്കസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആൻ നമ്മളെന്താ പഠിപ്പിക്കുന്നത്? അള്ളാഹുവിനെ ഭയപ്പെടാൻ, അള്ളാഹുവിന് ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വന്തം തിന്മകളെ കുറിച്ച് ഭയപ്പെടാൻ വേണ്ടിയിട്ട്, പരലോകത്ത് ഈ തിന്മയും കൊണ്ടുപോയാൽ എനിക്ക് എന്ത് സംഭവിക്കുന്ന ആലോചിച്ച് ബേജാറാവാൻ വേണ്ടിയിട്ട്. ഇതൊന്നും ചിരിച്ച് കളയേണ്ട കാര്യങ്ങളേ അല്ല, അല്ലെ? ശരിക്കും ഓരോ ദിവസവും നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മൾ ചെയ്ത തിന്മകളെ കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് ബേജാറാവാനും തൗബ ചെയ്ത് മടങ്ങാനും അല്ലാതെ നമുക്ക് എവിടെയാ ചിരിക്കാനും തമാശ പറയാനൊക്കെ സമയമുള്ളത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഈ തരത്തിലുള്ള ഒരു വ്യക്തി ഖുർആനിലെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കും, കൂടുതൽ ഇഷ്യൂസിനെ കുറിച്ച് കോൺടംപ്ലേറ്റ് ചെയ്യും, എന്നിട്ട് ദുനിയാവിലെ പല പ്രശ്നങ്ങൾക്കും ഖുർആനിലൂടെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും. ഖുർആൻ ആ മനുഷ്യന് ഡെഡിക്കേഷൻ, അല്ലെ, സമർപ്പണം പഠിപ്പിക്കും. ലൈഫിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ പഠിപ്പിക്കും. അതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് മെല്ലെ മെല്ലെ നടന്നെടുക്കാൻ പഠിപ്പിക്കും. ഖുർആൻ ആ വ്യക്തിനെ അവന്റെ ചുറ്റുപാടുമുള്ള ലോകത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പഠിപ്പിക്കും. ആളുകളുടെ സഫറിങ്, അല്ലെ, അതിന്റെ കാരണങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പഠിപ്പിക്കും. അതിനുവേണ്ട പരിഹാരങ്ങൾ കണ്ടെത്താൻ വേണ്ടി പഠിപ്പിക്കും. അല്ലാതെ ഈ പറഞ്ഞ തമാശകളുടെയും കളികളുടെയും പിന്നാലെ പോവാ, പ്രയോജനമില്ലാത്ത സംസാരങ്ങളുടെ പിന്നാലെ പോകുന്നതെന്നൊക്കെ ഖുർആൻ അതിനെ തടയും. പക്ഷേ ഈ പറഞ്ഞ പോലെ കോമിക്കൽ സീരീസ് മാത്രം എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ സന്തോഷങ്ങളും ഫൺ ഇവന്റ്സും ഒക്കെ മാത്രം എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ വെയിൻ ആയിട്ടുള്ള പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്ത വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എൻജോയ് ചെയ്യുന്ന ആ ഹൃദയങ്ങൾക്ക് ഖുർആനെ ഒരു പരിധി കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല എന്ന് മാത്രമല്ല, അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗവും കൂടിയായിരിക്കും ഇത്. ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എത്തുന്നുണ്ടാവില്ല. അതിന് പല ലെവലുകളുണ്ട്. എന്നാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെയൊക്കെ ഏറ്റവും ഹൈ ലെവലിലേക്ക് തന്നെ നമ്മളെ എത്തിക്കട്ടെ. ഖുർആനുമായിട്ട് മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്യാനും അത് മനസ്സിലാക്കാനും അതിൽ നിന്നുള്ള ഹിക്മത്തുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും ഒക്കെയുള്ള ആ ഒരു ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എത്തിക്കട്ടെ. ആമീൻ. ഇന്നത്തെ ദുനിയാവിന്റെ തന്നെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ ഇതിനോടൊക്കെ ഭയങ്കര യൂസ്ഡ് ആയി പോയിട്ടുണ്ട്. സില്ലി ആയിട്ടുള്ള, വളരെ നിസ്സാരമായിട്ടുള്ള, ചപലമായിട്ടുള്ള സംസാരങ്ങളോട്. അത് ഈ പറഞ്ഞ പോലെ വേറെ വേറെ ലെവലുകളാണ്. ഓരോ സർക്കിളിലും അത് വേറെ വേറെ നിസ്സാരതയും വേറെ വേറെ ലെവലിലാണ് അത് നടക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ്, ഫാമിലി സർക്കിളിൽ അവർ വേറെ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് സംസാരിക്കും. ഈവൻ ഒരു ഇസ്ലാമിക് സർക്കിളിലേക്ക് പോലും വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതിന്റെ ഒരു 10% എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലാത്തതൊക്കെ അധികം തമാശകളായിരിക്കും. ആ സമയം അത്രയും നമുക്ക് ഖുർആനും അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യാനുള്ളതിൽ നമുക്ക് മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത് അറിയുന്നില്ല. നമ്മൾ സ്വയം അതിന് വിലയിരുത്തുകയാണ്. ഇസ്ലാമിക് സർക്കിൾ അല്ലേ, അല്ലേ, നമ്മൾ അള്ളാഹിനെ കുറിച്ചല്ലേ പറയുന്നത്. എനിക്കൊന്ന് ഈ അടുത്ത് നമ്മുടെ റെയ്ഹ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും കാലം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് സംസാരിച്ചു, ഇനി അള്ളാഹുവിനോട് സംസാരിക്കുന്നു. നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കേണ്ട സമയത്ത് പോലും നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് സംസാരിച്ച് അതിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ കുറെ ചിന്തിക്കണം, കുറെ മാറണം, കുറെ ലെവലുകൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ദുനിയാവില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര യൂസ്ഡ് ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനേക്കാളും അധികം വലിയ, അല്ലെങ്കിൽ നമ്മൾ ആ നിൽക്കുന്ന അവസ്ഥനെ നമ്മൾ തന്നെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരവസ്ഥ. ഞാൻ ചെയ്യുന്നതൊക്കെ സെറ്റാണ്, പരലോകത്തേക്ക് അങ്ങോട്ട് മരിക്കേണ്ട കാര്യമുള്ളൂ, അങ്ങോട്ടേക്ക് എത്തുന്നുള്ള ആ ഒരു ഫീലിംഗ് നമുക്ക് ഇബ്ലീസ് നമ്മൾ ആ ഒരു ഉറൂറിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, അന ഖൈറു മിൻഹു ഒരവസ്ഥയിലേക്ക് ഇബ്ലീസ് നമ്മളെ എത്തിച്ചിട്ടുണ്ട്. ആണല്ലോ. അതുപോലെ തന്നെ നമുക്ക് എല്ലാം, നമ്മൾക്ക് നമ്മളെ ചുറ്റുപാടും വരുന്ന ഈവൻ അൽമിയായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് നല്ല എൻജോയബിൾ ആയിരിക്കണം, വളരെ ഈസി ഗോയിങ് ആയിരിക്കണം. കാരണം ഒരുപാട് ഡീപ്പും ഒരുപാട് ഡെപ്തും ബ്രെത്തും ഒന്നും വന്നു കഴിഞ്ഞാൽ നമുക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് വളരെ ലൈറ്റ് ആയിട്ട് എൻജോയബിൾ ആയിട്ട് കാര്യങ്ങൾ കിട്ടിയാലാണ് നമുക്ക് സന്തോഷം. അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഷൻ സ്പാൻ വളരെ, എനിക്ക് കുറച്ചേ ശ്രദ്ധിക്കാൻ പറ്റും. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുറച്ച് നേരം കേൾക്കാൻ പറ്റുള്ളൂ, വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കണം, അല്ലെ? കാരണം അത് അത്ര എൻജോയബിൾ ഒന്നും അല്ലെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ പറ്റില്ല. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കുറെ നേരം നമുക്ക് കേൾക്കാനും നമുക്ക് ചിന്തിക്കാനും ശ്രദ്ധിക്കാനും ഒന്നും പറ്റൂല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ആ ഒരു രസമാണ് നമ്മളുടെ മീഡിയം ഓഫ് ചോയ്സ്, അല്ലെ? ഈവൻ ദാവ സർക്കിളുകളിലും ഒക്കെ അത് അങ്ങനെ ഉണ്ടെങ്കിലേ ആളുകൾ എടുക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ദാവ ചെയ്യൽ ഒരു
നിർബന്ധമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ ഓക്കെ, ലൈക്ക് അവരതിലേക്ക് എത്തിയിട്ട്, പക്ഷെ വലിയവർക്ക് പോലും അങ്ങനെ ദാവ കൊടുത്താലേ എടുക്കുള്ളൂ എന്നുള്ള അവസ്ഥ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ കൊടുക്കുന്ന മെസ്സേജിന്റെ അല്ലെ, തൗഹീദ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ഹെവി ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കൊടുക്കുന്ന, അതൊക്കെ ഡൈല്യൂട്ടഡ് ആയി പോവാണ്. കാരണം ഇങ്ങനെ കൊടുത്താലേ ആൾക്കാർ എടുക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൊടുക്കുന്നത് പോലും അറിയിക്കാതെ കൊടുക്കേണ്ട ബാധ്യതയായി മാറിയിട്ടുണ്ട് ദാവകൾ പോലും. ഈവൻ ഇസ്ലാമിക് സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ വളരെ കോമൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവർക്കും ചിരിക്കണം, എല്ലാവർക്കും രസിക്കണം, എല്ലാവർക്കും എൻജോയ് ചെയ്യണം. ഇതിന്റെ അർത്ഥം ഒരു മുസ്ലിം എപ്പോഴും ഗ്ലൂമി ആയിരിക്കണം, വിഷാദ ഭാവത്തോട് കൂടി ഇരിക്കണം എന്നൊന്നും അല്ല. കാരണം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, അത് അദ്ദേഹത്തിന്റെ നല്ല ഒരു നേച്ചറും മനസ്സിന്റെ സമാധാനവും ഈമാന്റെ എന്താണ് വ്യാപ്തിയും അദ്ദേഹത്തിന്റെ കാരുണ്യമൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന റിപ്പോർട്ടിൽ ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ അടുത്ത് എന്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കുമായിരുന്നു. പ്രത്യേകിച്ച് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു മുസ്ലിം ഒരിക്കലും ഹാർഷ്, ഒരു പരുക്കൻ സ്വഭാവത്തോടു കൂടി ആവാൻ പാടില്ല. വിഷാദശീലനായിരിക്കാം, ഫുൾ സമയം ഇങ്ങനെ വിഷമം കാണിച്ചിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അതുപോലെ ഇറിറ്റബിൾ ആയിട്ട്, അതായത് മുൻകോപം, പ്രകോപനപരമായിട്ടുള്ള സംസാരം, പെരുമാറ്റം, മുഖഭാവം ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതൊന്നും അവരുടെ ഈമാന്റെ ഔട്ട്പുട്ട് അല്ല. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈമാന്റെ ഏറ്റവും പീക്കിലെത്തിയിട്ടുള്ള വ്യക്തി അല്ലെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊന്നും കാണിച്ചിട്ടില്ല. പരുക്കൻ സംസാരങ്ങളും വിഷാദ ഭാവങ്ങളും മുൻകോപവും ഒന്നും കാണിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഈവൻ സ്വഹാബാക്കളും അവരും ചിരിക്കാറുണ്ടായിരുന്നു, കളിക്കാറുണ്ടായിരുന്നു. പക്ഷെ സീരിയസ് ആവേണ്ട സമയത്ത് അവർ വളരെ സീരിയസ് ആയിരുന്നു. അവരുടെ ജീവിതത്തിന്റെ സെൻട്രൽ തീം എൻജോയ്മെന്റും കോമഡിയും ഒന്നും ആയിരുന്നില്ല. അവരെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പാസ് ടൈം ഇതായിരുന്നില്ല. ഫുൾ സന്തോഷം, അടിച്ചുപൊളി തമാശകളും അതും ആയിരുന്നില്ല. അവര് അള്ളാനെ ഇബാദത്ത് ചെയ്യേണ്ട രീതിയിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇബാദത്ത് ചെയ്ത് അവരുടെ ഹൃദയങ്ങളുടെ ആരോഗ്യത്തിനെ നിലനിർത്തിയ ആൾക്കാരാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ചിലപ്പോൾ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നിലനിർത്തുന്നുണ്ടാവും, നല്ല ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചിട്ട്. പക്ഷെ നമ്മൾ ഇബാദത്ത് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഓർക്കുക, അള്ളാഹുവിന്റെ വിലക്കുകൾ അനുസരിക്കലാണ് ഇബാദത്ത്. അങ്ങനെ ഇബാദത്ത് ചെയ്ത ഹൃദയത്തിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത ആൾക്കാരായിരുന്നു സഹാബാക്കൾ. സോ ബാലൻസ് അല്ലെ, തമാശകൾ വേണം, എല്ലാം വേണം ഒരു കണക്കിന്. ഇസ്ലാമിന്റെ ഗോൾ ഒരിക്കലും പെർമനന്റ് ആയിട്ടുള്ള വിഷാദഭാവമല്ല, പക്ഷേ എക്സസീവ് ആയിട്ടുള്ള ചിരികളും തമാശകളും കളികളും പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, ഇന്നത്തെ കാലത്തെ ഈ ഒരു ഹ്യൂമർ എന്ന് പറയുന്ന ആ ഒരു സംഭവം അധികമായി കഴിഞ്ഞാൽ അള്ളാഹു വെറുക്കുന്നതിലേക്കാണ് നമ്മൾ എത്തുക. ആൻഡ് അത്തരത്തിലുള്ള അധിക സമയങ്ങളും തമാശകളും സോഷ്യലൈസേഷനും തേടുന്ന ഹൃദയത്തിന് നമ്മൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊന്ന ഹൃദയം അല്ലെങ്കിൽ ചത്ത ഹൃദയം ഒരിക്കലും അള്ളാഹുവിന്റെ റെവലേഷനോട്, അള്ളാഹുവിന്റെ വഹീനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റൂല. നമ്മളെ ഹൃദയങ്ങൾക്ക് അള്ളാഹുവിന്റെ വഹീനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമസ്കാരങ്ങളിലെ നമ്മളുടെ ഖിറാഅത്തുകൾക്ക് നമുക്ക് നമ്മളെ ഹൃദയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു പള്ളിയിലൊക്കെ പോയിട്ട് നിസ്കരിക്കുമ്പോൾ നമ്മൾ നമുക്ക് അറിയാവുന്ന ആയത്തുകൾ പോലും നമുക്ക് നമ്മളെ ഹൃദയം അവിടെ ഉണ്ടാക്കി നിന്നുകൊണ്ട് ലിസൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഹൃദയം ഡെഡ് ആയതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, അതിനൊരു കവർ ഉണ്ട്, നമ്മളുടെ അള്ളാഹിന്റെ ഇടക്ക് നമ്മുടെ ഹൃദയത്തിന് ഒരു കവർ വന്നത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഹൃദയം കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റട്ടെ. അതിന് നമ്മൾ രണ്ട് സൈഡും ആദ്യം പറഞ്ഞതുപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഹറാമുകളെ സൂക്ഷിക്കുക എന്നുള്ളതും അല്ലെ, ഫർളുകളെ അനുസരിക്കുക എന്നുള്ളതും. ആൻഡ് അതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. അവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള തൗഫീക്ക്, അത് പെർഫെക്റ്റ് ആക്കാനുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് തരട്ടെ. ശ്രമിച്ചുകൊണ്ടേയിരിക്കാം, ജമാഅത്തായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. കാരണം ഇത് ഒറ്റയ്ക്ക് പറ്റുന്ന കാര്യമല്ല. കാരണം നമ്മൾ അത്രയും പെട്ടുപോയിട്ടുണ്ട് പലതിലും, പല കാര്യങ്ങളിലും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും അത്തരത്തിൽ നമ്മുടെ ഹൃദയത്തിനെ ക്ലീൻ ആക്കി ഇബാദത്ത് ചെയ്യാനും, അങ്ങനെ ആ ഇബാദത്തിൽ ഫുൾ ഇൻവോൾവ് ആയിട്ട് അള്ളാഹുമായിട്ട് കൂടുതൽ 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 അടുക്കാനുമുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. اللهم جدد الإيمان في قلوبنا يا مقلب القلوب ثبت قلوبنا على دينك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. رب ارحمهما كما ربيانا صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.